എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും കേൾക്കാവോ? സൗണ്ട് ഒക്കെ ഉണ്ടോ? എല്ലാം ഓക്കെ അല്ലേ ഗൈസ്? എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും ഹായ് ഹലോ എല്ലാം ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ആൻഡ് സോറി. നമ്മൾ 2-ാം തീയതി പറഞ്ഞ ടൂർണമെൻ്റ് ആണ്. അപ്പം ടൂർണമെൻറ്റ് നടത്താൻ പറ്റാത്തതിൽ ഞങ്ങൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് ഗൈസ്, പബ്ജി പോലെ നമുക്ക് അവരുടെ ഒരു സെർവറിൽ നടത്തുന്ന ഒരു സാധനമല്ലല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സെർവർ ഞങ്ങൾ ആദ്യം ഇത് എക്സ്ലാൻഡിസിൽ നടത്താനിരുന്നതാണ്. എക്സ്ലാൻഡിസിൽ മൊത്തം അപ്പാപ്പൻ്റെ വീട്ടിൽ വെള്ളം കയറിയപ്പോഴത്തേക്കിന് ഗൈസ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി നമുക്ക്. സോ ഈ സെർവർ ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ സെർവറാണ്. ഇത് ശരിക്കും എൻ്റെ സെർവറാണ്. ഇത് എൻ്റെ ഞാനായിട്ട് മേടിച്ച് കീ എല്ലാം അടക്കം ഉള്ള ഇതിൽ നമ്മളായിട്ട് മേടിച്ച സെർവർ, കീ, ബാക്കി സ്ക്രിപ്റ്റ് എല്ലാം സ്വന്തമായിട്ട് നമ്മൾ ഈ ഒരു മാസത്തേക്ക് എൻ്റെ ഈ സെർവർ ഉണ്ടാവും. സോ ഈ ഒരു സെർവറിലായിരിക്കും. കുറച്ച് സൗണ്ട് കൂട്ടാവും. എടാ സൗണ്ട് കുറവുണ്ടോ? വെയിറ്റ് ചെയ്യ്. ഞാൻ ഇതിനകത്ത് ഗെയിനും ഇത് ഇട്ടിട്ടില്ല. ഒരു മിനിറ്റ് ഗൈസ്. ആദ്യം നോയ്സ് സപ്രഷൻ ഒന്ന് ഇട്ടോട്ടെ. നോയ്സ് സപ്രഷൻ ഓക്കെ ആയി. ഗെയിനും കൂടെ ഒന്ന് കൂട്ടിക്കോട്ടെ. ഇത് പുതിയ PC ആയതുകൊണ്ടേ ഞാൻ ഇതിനകത്ത് ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഗെയിൻ ഒരു ഗൈസ് ഇപ്പൊ നോക്കി. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ സൗണ്ട് സെറ്റ് അല്ലേ? സൗണ്ട് ഓക്കെ ആയില്ലേ? ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്? ഔട്ട് ഓഫ് ഫോക്കസ് അല്ലല്ലോ. ഇപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഇപ്പൊ ഫോക്കസ് അല്ലേ? എന്റെ മുഖത്തോട്ട് പിടിക്കടാ. ഓക്കെ. അപ്പൊ സോ പക്കുവേ താങ്ക് യു സോ മച്ച് ഫോർ ദ റൈഡ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോസ്റ്റ്. അപ്പൊ ഗൈസ്, അപ്പൊ ഒരുപാട് പേരുടെ എഫേർട്ട് ഇതിനകത്തുണ്ട്. ഞാനെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാം. മെയിനായിട്ട് നമ്മൾ സെർവർ ഇപ്പൊ കംപ്ലീറ്റ്ലി ഇതാക്കി എടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മാച്ചസ് ഒക്കെ നല്ല അത്യാവശ്യം സ്മൂത്തായിട്ട് റൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ടൂർണമെന്റ് എങ്ങനെയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഗൈസ്. ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളത് ദയവ് ചെയ്ത് എന്താ പറയാ നമ്മുടെ അടുത്ത് ഇതാക്കണം ഗൈസ്. 9:15 9:30 നമ്മുടെ ഫസ്റ്റ് മാച്ച് തുടങ്ങും. സോ ടീം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടനെ റെഡി ആയിട്ട് ഇതാക്കും ഗൈസ്. ഔട്ട് ഓഫ് ഫോക്കസ് മാറും ഗൈസ്. അത് മാറും. അത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കിന് മാറും. അത് ഓക്കെ ആവും. അപ്പോൾ മെയിനായിട്ട് എനിക്ക് കുറച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഈ ഒരു ടൂർണമെന്റ് ഞാനാണ് നടത്തുന്നത്. സോ ഞാൻ എൻ്റെ എന്ന് പറയുമ്പം എനിക്ക് ഒബ്വിയസ്ലി ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് എൻ്റെ ഗ്യാങ് ആണ് എൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയണത്. മനസ്സിലായോ? സൗണ്ടിൽ ഒന്നുമില്ല ഗൈസ്, എല്ലാം സെറ്റാണ്. സൗണ്ടിൽ ഒന്നുമില്ല, എല്ലാം കറക്റ്റ് ആണ്. അപ്പം എൻ്റെ ടീമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ടീം. പക്ഷെ ഇതൊരു ടൂർണമെന്റ് ആയതുകൊണ്ട് കോച്ചേ താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോസ്റ്റ്. അപ്പം ഞാൻ നടത്തുന്ന ഒരു ടൂർണമെന്റ് ആയതുകൊണ്ട് ഞാൻ ബൈസ്ഡ് ആയിട്ട് ആർക്കും വേണ്ടിയിട്ട് സംസാരിക്കത്തില്ല. എല്ലാ ടീമിനും പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഇത് കൊടുക്കും. ഇന്നലത്തെ ടൂർണമെന്റിൽ എന്തോ RZ7 KV അടിച്ച് ജയിച്ചപ്പോഴത്തേക്കിന് ഞാൻ എന്തോ എക്സ്പ്രഷൻ ഇട്ട് പുള്ളിക്ക് ഞാൻ KV അടിച്ച സന്തോഷം ഗൈസ്. അങ്ങനല്ല, ഒരാൾ നിന്ന് 3 പേരെ അടിച്ച് കളി ജയിപ്പിച്ചപ്പോൾ ഒബ്വിയസ്ലി ഒരു ഇതാണെന്നുള്ള രീതിയിൽ പറയാം. ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ. എല്ലാ ടൂർണമെന്റ്സും നമ്മൾ കഴിഞ്ഞ ടൂർണമെന്റ് നടത്തിയപ്പോൾ പോലും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറെ പേരെ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവരികയും നമ്മൾ ഇതുപോലെ ഇത് പറയുകയും ചെയ്തതാണ്. സോ അങ്ങനത്തെ ദയവ് ചെയ്തിട്ട് ഇതിന് ആരെങ്കിലും പറയുവാണെങ്കിൽ നീയൊക്കെ മാറി കുനിഞ്ഞിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അതിൽ വേറെ ഒന്നും പറയാനില്ല. ഒരു ടൂർണമെന്റ് ഞാൻ ഓർഗനൈസ് ചെയ്ത് നടത്തുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ബ്ലൂ ലൈറ്റ് ആക്കുക. പറ്റണില്ല, ഇവനൊന്നും പറ്റണില്ല. ബ്ലൂ ലൈറ്റ് ഇല്ലാതെ പറ്റുന്നില്ല. ബ്ലൂ ലൈറ്റ് ആക്കി. അപ്പോൾ ടൂർണമെന്റിൽ ഞാൻ എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസും ഒരേ ഒരു ഇതുമായിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായോ? ആ ഒരു രീതിയിലായിരിക്കും ഞാൻ എല്ലാവർക്കും പെർഫോം ചെയ്യുന്ന നല്ല ടീമിനും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഷൗട്ട് ഔട്ടും നല്ല രീതിയിലുള്ളത് ഇതുമായിരിക്കും ഞാൻ ഉറപ്പായിട്ടും കൊടുക്കാൻ പോണത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ ഇന്ന് തൊട്ട് നമ്മുടെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ചാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ എല്ലാ ടീമിനെയും ഹെൽത്തി ആയിട്ട് നമ്മുടെ ടൂർണമെന്റിന്റെ ചാറ്റിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, റെഡ് വരെ ഗൈസ്. ചില്ലാവ് ഇതൊക്കെ ഇതൊന്നും നമ്മുടെ പ്രൈമറി ഇഷ്യൂ അല്ല. നമുക്ക് ചില്ലാവ്. അപ്പം
എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ടീമിനെ നമ്മുടെ ചാറ്റിൽ സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വരുവാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ബ്ലെയിം ദ ഡെവലപ്പേഴ്സ്. സത്യം എനിക്ക് അതേ പറയാവുള്ളൂ ഗൈസ്. 4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല ഇവരാരും. ഇതിന്റെ പുറകിൽ ഒരു വലിയ ടീമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു ചെറിയ ഒരു രീതിയിലല്ല നമ്മൾ ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളത് പറഞ്ഞുതരാം. അതായത് സാധാരണ നോർമലി ഒരു ടൂർണമെന്റ് നടക്കുന്നത് ഫോർമാറ്റിൽ മാത്രമല്ല നമ്മൾ നടക്കുന്നത്. എല്ലാം അത് മാനുവൽ ആയിരിക്കും. നമ്മൾ പോയിന്റ്സ് എഴുതി കൂട്ടണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു കാര്യം കാണിച്ചു തരാം. ഓൺ ദ സ്പോട്ട് ലൈവ് മാച്ച് നടക്കുന്ന സമയത്ത് മാച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഒരു സാധനം വരും. ഇത് കണ്ട, ഇതില് കളിക്കുന്ന 10 ടീമും ഉണ്ടാവും. 10 ടീമിന്റെ ഇതിൽ പോയിന്റ് കില്ലെടുക്കുന്നതിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ടോപ്പിലേക്ക് പോയിന്റുകൾ വരും. BMPS ഒക്കെ നടക്കുന്നത് പോലെ തന്നെ എങ്ങനെയാണോ അത് നടക്കുന്നത് അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് പോയിന്റ് ടേബിൾ കറക്റ്റ് മാച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ ടോപ്പ് ഓഫ് ദ കില്ല് വെച്ചിട്ട് ടോപ്പ് ഓഫ് ദ ഇതിനകത്ത് ആരാണോ ഉള്ളത് എന്നുള്ളൊരു കാര്യം വരും. അത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ഒരു മാച്ച് ഫിനിഷ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു കളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ടൂർണമെന്റിൽ ഫുൾ ഡീറ്റെയിൽസ് മാച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും. ലീഡർ ബോർഡിലും മാച്ചസിലും ഇവിടെ മാച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഇൻക്ലൂഡിങ് എല്ലാത്തിൻ്റെയും റിസൾട്ട് ഇവിടെ വരുന്നതായിരിക്കും. ആൻഡ് മാച്ചിന്റെ സൈറ്റിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇതൊന്ന് പിഞ്ച് എന്നെ പൊക്കി പറയണം. നിന്നെ ഞാൻ പൊക്കി പറയണ ഗോകു, നിന്നെ ഞാൻ പൊക്കി പറയാം. നീ പുഴുത്ത് ചാവുമ്പോൾ ഞാൻ പൊക്കി പറയാം നിന്നെ. മാച്ചിന്റെ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി ചെക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇടയ്ക്കിടയ്ക്ക് കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ പറയണത് പോലെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ തന്നെ കാണാം. ഈഗിൾ ബ്രോ തുടങ്ങും. ബ്രോ ടീംസ് ഒക്കെ കയറട്ടെ ബ്രോ. നീക്കും എല്ലാരും ഒന്ന് ചില്ലാവ്. ടീംസ് ഒക്കെ വരട്ടെ. 9:30 ഫസ്റ്റ് മാച്ച്. 9:30 ആകുമ്പോഴത്തേന് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഡിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയണത് പോലെ എല്ലാരും വരുന്നതേ ഉള്ളൂ. ആൾക്കാർ വരാതെ ഞാൻ ചുമ്മാ സ്റ്റാർട്ട് കൊടുക്കാനോ? എല്ലാരും വരും, ചില്ലാവ്. നമ്മൾ കുറച്ച് നേരത്തെ ലൈവ് ഇട്ടേ ഉള്ളൂ. സോ ഇന്ന് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും തമ്മിലുള്ള മാച്ചസ് ആണ് ഇന്ന് നടക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് എയുടെ മാച്ച്, രണ്ടാമത് ഗ്രൂപ്പ് ബിയുടെ മാച്ച്. ഇങ്ങനെയാണ് നമ്മൾ കറന്റ്ലി ഫോർമാറ്റ് വെച്ചിരിക്കുന്നത്. സോ ബ്രോ ജസ്റ്റ് സജഷൻ, ഈ ടൂർണമെന്റിൽ കമന്റ്സ് എല്ലാം റിപ്ലൈ കൊടുക്കുമായിരിക്കും. ഹേറ്റ് ഇല്ല ഞാനൊന്നും പറയണില്ല ബ്രോ. ഞാനത് ഓൾറെഡി പറഞ്ഞതാണ്. ചാറ്റിൽ ഹെൽത്തി ആയിട്ട് എന്ന് കരുതി ഇവിടെ വന്നിരുന്ന കുണ്ണത്തരം പറയണ ഡയറക്റ്റ് ബാൻ ആണ്. ഉറപ്പായിട്ടും ഒരു പ്ലെയറിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു പ്ലെയറിനെയോ വേറൊരു ടീമിനെയോ താത്തി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അവർ ഹെൽത്തി ആയിട്ടൊരു ടീമിനെ പറയുമ്പോൾ അത് റിപ്ലൈ കൊടുക്കുന്ന പരിപാടി ബാക്കിയുള്ളവരും നിർത്തണം ഗൈസ്. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ടീംസിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ വേറൊരുത്തിന് ഊമ്പൻ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യരുത്, കമന്റ്സ് ഇടരുത്. അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല നമുക്ക്. സോ ഓക്കെ, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ഈഗിൾ ഗെയിമിംഗ് എക്സലാൻഡിസ് നടത്തുന്ന റാംപേജ് GTA 5 PvP ടൂർണമെന്റിന്റെ ഡേ 1 എല്ലാവർക്കും വെൽക്കം. ആൻഡ് എന്താ പറയുക, കളിക്കാൻ പോണ എല്ലാ ടീമിനും വിഷിംഗ് വെരി ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും കിടലായിട്ട് പെർഫോം. ഇന്ന് ഒരു ദിവസം മാത്രം നമ്മൾ ഡിസ്കോഡ് ത്രൂ ആയിരിക്കും സ്പെക്ക് ചെയ്യണം. നമ്മുടെ സ്പെക്ക് ചെയ്യുന്ന സാധനത്തിന്റെ ഒരു ചെറിയൊരു സെർവർ ഇഷ്യൂ വന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ മാച്ച് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കോഡിലായിരിക്കും സ്പെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗോകുന് ഇന്ന് മാച്ച് ഉണ്ട്. അവർ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ടോട്ടൽ 6 മാച്ചാണ്. ഗ്രൂപ്പ് എയിലുള്ള ടീമിന് 3 മാച്ചും ഗ്രൂപ്പ് ബിയിലുള്ള ടീമിന് 3 മാച്ചുമാണ്. ടോട്ടൽ 6 മാച്ചസ് ആണ് ഇന്നുള്ളത്. സോ ഗ്രൂപ്പ് എയുടെ ഒരു മാച്ച്, ഗ്രൂപ്പ് ബിയുടെ ഒരു മാച്ച്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമുക്ക് ഇതാക്കുന്നത്. കറന്റ്ലി എന്താ പറയാ, നമ്മുടെ ഈ ഒരു ടൂർണമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നല്ലൊരു മനുഷ്യനായിട്ടുള്ള ഒരു പയ്യനാണ്. ഈഗിൾ ഗെയിമിംഗ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് നമ്മുടെ പ്രൈസ് പൂൾ ആയിട്ടുള്ള ഫസ്റ്റ് സെക്കൻഡും തേർഡും എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ പ്രൈസ് പൂൾ ഇപ്പോൾ കറന്റ്ലി വന്നിരിക്കുന്നത് 1 lakh rupees ആണ്. നമ്മുടെ നല്ല പയ്യനാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഈഗിൾ ഗെയിമിംഗ് ഫോർ ദ സ്പോൺസർഷിപ്പ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് 50,000 ആണ് നമ്മുടെ ഫസ്റ്റ് വരുന്നത്.
ബ്രോസ് ടൂർണമെന്റ് ഫസ്റ്റ് പ്ലേസ് 50,000, സെക്കൻഡ് പ്ലേസ് 30,000, തേർഡ് പ്ലേസ് 15,000 ആൻഡ് MVP-ക്ക് 10,000 ആണ്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് സ്പോൺസേഴ്സ് അല്ലാതെ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ വരും ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ടോട്ടൽ പ്രൈസ് പൂൾ വിൽ ബി ഡിഫറെന്റ്. ഉറപ്പായിട്ടും വേറെ ആയിരിക്കും ഫൈനൽ ഇതെന്ന് പറയണത്. അപ്പം ഈ ഒരു മഴവെള്ള പൊക്കത്തിൽ വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് ബ്രാവോയുടെ അടുത്ത് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറയാലോ ഗൈസ്, അവൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നിട്ട് പോലും ഈ ഒരു സ്ക്രിപ്റ്റ് ശരിയാക്കാനും എല്ലാത്തിനും വേണ്ടി മൊബൈൽ ഡേറ്റയിൽ ഡിസ്കോഡിൽ വന്നിരുന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, അതുപോലെ എക്സ്ലാൻഡിസിലെ നിഞ്ചയ്ക്ക് വന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ കഴിഞ്ഞ ഒരു 1.5 ദിവസമായിട്ട് ഉറക്കം പോലും ഇല്ലാതെ വന്ന് ഫിക്സ് ചെയ്ത് കൊടുത്ത എക്സ്ലാൻഡിസിലെ ഡെവലപ്പേഴ്സിനും ഒരു പ്രത്യേക താങ്ക് യു. ആൻഡ് ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ഞാൻ പറയാം, അതെല്ലാം അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാനുണ്ട്. സോ അപ്പം കുറച്ച് ചെറുതാക്കി വെക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ആൻഡ് നമുക്ക് ഡിസ്കോഡിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്, അവിടെ എല്ലാവരും ഉണ്ടാവും. നമുക്ക് ലൈവ് നൗവിലിരിക്കാം. ലൈവ് നൗവില് എല്ലാവരും വരും. സ്കിപ്പ് ആഡ് ഓപ്ഷൻ ഉണ്ടാവുന്നോ? ബ്രാവോ, ഹലോ ബ്രാവോ, വെൽക്കം ബ്രാവോ. രണ്ടു വാക്ക് നമ്മുടെ ടൂർണമെന്റിനെ പറ്റി സംസാരിച്ച് തുടങ്ങാം. കമന്ററിയിൽ പോരെ? കമന്ററി ഉണ്ടാവോ ബ്രാവോ? ഉണ്ടാവോ? പിന്നെ കറണ്ടൊക്കെ വന്നല്ലോ. PC ഒക്കെ സെറ്റ് ആക്കിയോ? പിന്നെ പീസിലല്ലേ വന്നേക്കുന്നേ. ഓ ലെറ്റ്സ് ഗോ. അപ്പൊ ബ്രാവോ ഉണ്ട് കമന്ററിക്ക്. ഒരു പ്രശ്നമുണ്ട്, ചെറുക്കിന് ഉറക്കാൻ വേണ്ടി ചിലപ്പോ പോണ്ടി ഇരിക്കട്ടെ. അത് അത്രയല്ലേ ഉള്ളൂ, അതൊക്കെ മാനേജ് ചെയ്തോളാം. അപ്പൊ ബ്രാവോ ഉണ്ട്. ബ്രാവോ ടൂർണമെന്റിനെ പറ്റി രണ്ടു വാക്ക് സംസാരിച്ച് തുടങ്ങാം. അവിടെ ടീംസ് എല്ലാം റെഡി. വിശാല മനസ്കനാണ് പുള്ളി. ഇത്രയും നമ്മളായിട്ട് കൊളാബ് ചെയ്തപ്പോ പോലും പുള്ളി നമുക്ക് പൈസ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് ടൂർണമെന്റ് കഴിഞ്ഞ് തരാന്നാണ് പറഞ്ഞത്. തരുമായിരിക്കും. വളരെ നല്ല മനുഷ്യനാണ്. തന്നില്ലെങ്കിൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒപ്പീനിയൻ മാറ്റി പറയാം. ആടൊന്ന് സ്കിപ്പ് ചെയ്യണേ പ്ലീസ്. കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. എന്നാ പ്രൈസ് പൂൾ നീ വിടറാ പോയാ ബ്രേവ് കാണാം ബ്രോ. ബ്രേവ് അതിലാടില്ല ബ്രോ. ആള് പോയിട്ട് ആള് സ്ഥലം വിട്ട്. അപ്പാപ്പന്റെ ക്യാമറ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഈ സ്കോർ ബോർഡ് ഇതുള്ള വരുമ്പോ ഫുള്ളി ഫില്ലാവും. നിങ്ങക്ക് ഒന്നും കാണത്തില്ല, മനസ്സിലായോ? അതാണ് പ്രശ്നം. അപ്പാപ്പൻ ഒരു ഫുൾ മാച്ച് കമന്ററി പറയുന്ന സമയത്ത് ഞാൻ അപ്പാപ്പന്റെ ക്യാമറ ആഡ് ചെയ്യാം, മനസ്സിലായോ? അയ്യോ ആഡ് ചെയ്യില്ലേ. കൊച്ചുറങ്ങുന്നോണ്ട് ഞാൻ ഇവിടെ ഇരുട്ടത്തായിരിക്കുന്നത്. ആണോ? ഓ സ്പോൺസർ കണ്ണിലുണ്ടിയാണ്. അതെ കണ്ണിലുണ്ടി. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ടൂർണമെന്റില് ഒരു ടീമിനെ നമ്മൾ പുറത്താക്കാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞുതരാം. എക്സലാൻഡിസ് സെർവർ ഡംപ് ചെയ്ത് പിടിച്ചു ഒരുത്തൻ അതിനകത്ത് കളിക്കുന്നുണ്ട്. അപ്പൊ അവൻ ഇന്നലെ എവിടെ എക്സലാൻഡിസ് വേറെ എവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയുള്ള കേട്ടത് എന്റെ അടുത്ത് കുറച്ച് മുമ്പ് പറഞ്ഞു. അതായത് അപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു വലിയൊരു സെർവർ ഡംപിന്റെ ഒരു കൾപ്രിറ്റ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. കാരണം പുള്ളിയുടെ ഗ്യാങ്ങിൽ, അതായത് നമ്മുടെ സെർവറിൽ, അതായത് TC ഹബില് ഒരു സാധനം ലീക്കായാൽ 10 സെക്കൻഡിനുള്ളിൽ അവരുടെ ഗ്യാങ്ങിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും പുള്ളി സാധനം വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അവരുടെ ഗ്യാങ്ങിൽ തന്നെ ഡൗട്ട് അടിച്ചിട്ട് പുള്ളിനെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. അപ്പൊ ഇന്നലെ ടെസ്റ്റ് മാച്ച് കളിക്കാൻ ഇവര് വന്ന സമയത്ത് നമ്മൾ പുള്ളിയെ POV ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് VCയിൽ വിളിച്ചായിരുന്നു. PC ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. VC ചെക്ക് ചെയ്യാൻ വന്നപ്പോഴത്തേക്കിന് പുള്ളി ഡിസ്കണക്ട് അടിച്ചു പോയി. എന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ ടീമിനെ ഇതാക്കിക്കോളാൻ പറഞ്ഞു. സോ അങ്ങനെ ഒരു ടീമിന് നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പകരം നമുക്ക് ഏതെങ്കിലും ഒരു ടീമിന് ചാൻസ് കൊടുക്കാം. അല്ലെങ്കിൽ ബ്രാവോ നമ്മുടെ ഇതിനകത്ത് XMDക്കോ ഇവർക്കോ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ലൈനപ്പ് ഇറക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കാം. അല്ല, വേറെ ടീം ഓൾറെഡി ഇത് ചോദിച്ചെന്ന് നോട് പറഞ്ഞായിരുന്നു. ആണോ? എന്നാ എന്താ വെച്ചാൽ ഈകളെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് ദിസ്. ലവ് ഫ്രം RSL7. മാക്കേ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും
ഒരു സെക്കൻഡ് കഴിച്ച് ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയട്ടെ. ആക്ച്വലി അവര് മറ്റേ എന്തോ ഓൾട്ടർനേറ്റ് റോൾ പ്ലേ എന്ന് പറഞ്ഞൊരു റോൾ പ്ലേ സെർവറൊക്കെ നടത്തുന്നുണ്ട്. അതിലെ മാനേജ്മെന്റിലുള്ള പുള്ളിയാണ് ഈ പറഞ്ഞ ഡംപ് ചെയ്ത് പിടിക്കപ്പെട്ടവൻ. അതിന്റെ ഓണറിനോട് PC ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പറയുവാണ് ഹാക്കൊന്നും അല്ലല്ലോ ഡംപ് അല്ലേ. തലവാണ കേസൊന്നും അല്ലല്ലോ. എന്തൊക്കെ കാണണം, കേക്കണം എന്തൊക്കെ ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ. തലവണ കേസൊന്നും അല്ലല്ലോ ഗൈസ്. SYT അല്ല ഗൈസ്, SYT അല്ല, വേറെ അങ്ങനെ എന്തോ ഒരു പേര് ഞാൻ ഇപ്പൊ ഞാൻ കൺഫേം കറക്റ്റ് ചെയ്യാം. പേര് പറഞ്ഞുതരാം, ഇപ്പൊ പറഞ്ഞുതരാം. സെർവർ ഡംപ് എന്താന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, പുള്ളി ഇപ്പൊ പറഞ്ഞില്ലേ. സെർവർ ഡംപ് എന്ന് പറഞ്ഞാ ഗൈസ് എന്താന്ന് വെച്ചാ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അത് ബ്രാവോ തന്നെ സംസാരിക്കും അതിനെപ്പറ്റി. ബ്രാവോ. അതായത് ടിവിയുടെ വണ്ടികൾ അല്ലെങ്കിൽ ഈ സെർവറിലുള്ള ഗ്യാങ് ഹൗസസും വണ്ടികളും എല്ലാം ഒരു സെർവറിൽ ലീക്കായില്ലേ, അതെല്ലാം ഇതേപോലെ സെർവർ ഡംപ് ചെയ്തിട്ട് വലിയ തെറ്റ്. അന്ന് മറ്റേ MRGയുടെ ഏതോ ഗ്യാങ് ഹൗസ് ലീക്കാക്കിയിട്ട് അതിലിട്ടിരുന്ന പേര് ഓർക്കുന്നുണ്ടോ നിങ്ങള്? MRCയുടെ ഗ്യാങ് ഹൗസ് ലീക്കാക്കിയിട്ട് ആ ഗ്യാങ് ഹൗസ് ഇട്ടിരുന്ന പേര് ഓർക്കുന്നുണ്ടോ? ഉണ്ട് എന്നീ എന്നെ കാണിച്ചു തന്നായിരുന്നു. അതെ. അതുപോലെ കുറെ ഉണ്ട്. MRCയുടെ ഗ്യാങ് ഹൗസ് ലീക്ക് ആക്കിയിട്ട് എന്തായിരുന്നു അതിനകത്ത് ഇട്ടിരുന്ന ബ്രാവോ? അംബിഷേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ തൊട്ട് താഴെ ടിവിയുടെ മറ്റേ വണ്ടിക്കകത്ത് കുണ്ണ വണ്ടി, ഇങ്ങനെയൊക്കെയാണ് അവൻ മറ്റേ മെൻഷൻ ചെയ്തിട്ടേക്കണം. മനസ്സിലായ? അത് ഞാൻ ഷെയ്ക്കിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഗൈസ്. അത് ഷെയ്ക്കിനെയും ഓരോ ഇപ്പൊ എന്നെ ആണെങ്കിലും എല്ലാത്തിനും ഓരോരുത്തരെയും ഗ്യാസ്ട്രോയെ ഓരോരുത്തരെയും ഇങ്ങനെ ഓരോരുത്തരുടെ ഗ്യാങ് അസെറ്റ്സ് ഈ പറയണത് പോലെ വേറൊരു രീതിയിൽ പേരിട്ടാണ് അവൻ അതിനകത്ത് കൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? അത് നമ്മുടെ കൂട്ടത്തിലുള്ള മലയാളി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ ഡീഡോസ് അടിക്കുന്നതും ഇവിടുന്ന് ഈ വണ്ടികൾ ലീക്കാക്കി കൊടുക്കുന്നതും എല്ലാം ഒരു മലയാളി തന്നെ. മനസ്സിലായോ? അതിൽ വേറെ കോമഡി ഉണ്ടെങ്കിലേ, അതായത് ഈ പറഞ്ഞ സെർവറിലെ ആൾക്കാര് സിയോണിൽ സംസാരിച്ച് സ്കൈഡൊക്കെ പോയി സംസാരിച്ചപ്പോ ഈ പറയുന്ന വ്യക്തി തന്നെയാണ് കുറച്ചുനാൾ മുന്നേ സിയോണിൽ ഡീഡോസ് അടിച്ചത്. അതാ. അപ്പം ഡീഡോസിന്റെ പിന്നിലും ഇവരായിരിക്കാം, നമുക്കറിയത്തില്ല. നെക്സ്റ്റ് കോൺട്രവേഴ്സി ആയിരുന്നു. ഇതൊക്കെ ഷെയ്ക്കിനൊക്കെ അറിയാവുന്ന കാര്യമാണ് ബ്രോ. ഇതൊക്കെ ഓൾറെഡി നമ്മളെല്ലാം ഇത് കൊടുത്തതാണ്. ഇതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടും ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്. ആ വെബ്സൈറ്റിനകത്ത് വരുന്നതിന്റെ ഒക്കെ പേര് നിങ്ങൾ നോക്കിയാൽ മതി. എടാ രായ 9:30 ആയി സമയം. എല്ലാ ടീമും കയറിയൊന്ന് കൺഫേം ചെയ്ത്. രായന് ഇന്ന് മാച്ച് ഉണ്ടോ? ഉണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പ്. രായനും മാച്ച് ഉണ്ടെന്ന് സ്ക്രീനിൽ നോക്കിക്കോ, കേറിക്കൊണ്ടിരിക്കുന്നവരെ കാണാം. ഓക്കെ. പക്കുകൂടനോട് ഇങ്ങോട്ട് വിളിക്കോ. ഉണ്ട് പാക്കുണ്ട്, ഞാനും ഉണ്ട്. നീ ഇപ്പൊ ഇത് നോക്കാം. ഇപ്പോഴത്തേക്ക് ഇത് നോക്ക്, അവൻ ഗ്രൂപ്പ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. സോ ടീമുകളെല്ലാം ജോയിൻ ചെയ്തോണ്ടിരിക്കുകയാണ്. എടാ മൈരെ കളി തുടങ്ങും. ഞാനൊന്നും പറയുന്നില്ലടാ, ഞാൻ വിട്ടറാ. അവനവന്റെ തന്തയോട് പറയണത് പോലെയാണ് വന്ന് ഇത് പറയണത്. തന്തയെ അടുക്കളയിൽ പോയി വെള്ളം എടുത്തോണ്ട് അങ്ങനെയൊക്കെ പറയൂലേ, അതുപോലെയാണ് പറയണത് നമ്മുടെ അടുത്ത്. ഒരു പ്രശ്നവുമില്ല. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ഗ്രൂപ്പ്, ആദ്യത്തെ ഗ്രൂപ്പിൽ 10 ടീംസിന്റെ കളിയാണ് കേസ് ഇന്ന് വരുന്നത്. KTD, ടഫ്, GBZ, RB7, XT, LZ, NTX. ഇതെന്താ MF? ഇവരാരും ഒരാളും ജോയിൻ ചെയ്തില്ലേ? ഇല്ല, അവർ താഴെ ഉണ്ട്, റോള് കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ. എടാ ഒരു മാക്സിമം 5 മിനിറ്റ്സ് കൂടെ. അതിനകത്ത് 9:35 തുടങ്ങണേ. ഓക്കെ. മാഫിയ ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്, ESB ഉണ്ട്. സോ ഗ്രൂപ്പ് 1 ഇതാണ്. ഗ്രൂപ്പ് 2 അടുത്ത മാച്ചില് ടിവിയുടെയും എല്ലാവരുടെയും മാച്ച് ഈ കഴിഞ്ഞിട്ടുള്ള അടുത്ത മാച്ചാണ്. അതായത് ഒരു മാച്ച് കഴിയുമ്പോൾ അടുത്ത മാച്ച്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഗ്രൂപ്പിന്റെ മാച്ച്, അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ. സോ ടീംസ് എല്ലാവരും ജോയിൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉടനെ തന്നെ ജോയിൻ ആവും. എല്ലാവരും ഇവിടെ അടുക്കി നിൽപ്പുണ്ട്. എല്ലാവരും സെർവറിൽ കയറി. ഇനി ജസ്റ്റ് ഇതിനകത്തോട്ട് ഇതായാൽ മതി. എല്ലാരും ഓരോരോ യൂണിഫോം ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ലീഡർ ബോർഡ് ഓഫ് ആക്കുമോ? കറന്റ് ഇപ്പൊ ലീഡർ ബോർഡ് ഓഫ് ചെയ്യാം. മാച്ച് തുടങ്ങുമ്പോൾ ലീഡർ ബോർഡ് ഓൺ ചെയ്യാം. അതവിടെ സൈഡിൽ ഇരുന്നോട്ടെ. ടീമിന്റെ പേര് SDCയോ? SDC എന്നാണ് ഡിസ്ക്വാളിഫൈ ആയ ടീമിന്റെ പേര് കേട്ടാ. സോ SDC എന്നാണ് ഡിസ്ക്വാളിഫൈ ആയ
ക്യാമിന്റെ സൈസ് കുറയ്ക്കണ, ഇനിയും കുറയ്ക്കണോ ക്യാമിന്റെ സൈസ്? എൻ്റെ അത് ഭയങ്കര കുറവാ, ഇനിയും വേണേ കുറയ്ക്കാം. ഓക്കെ, ഇത്രയും മതിയെങ്കിൽ ഞാൻ ഇത്ര വെച്ചാക്കാം. SDC ഫുൾ ഫോം എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഫുൾ ഫോം എന്താ ബ്രാവോ അതിന്റെ? അത്രയും ഭയങ്കര കുറഞ്ഞു പോയല്ലേ. ഇത്രയും മതി. ഓക്കെ, ഏതിന്റെ ഫുൾ ഫോം ആണ് ഈകള്? SDC XDC നോക്കണം. ഇതെന്ത് ഇത് വന്നില്ല. എടാ അടിയിലത്തെ ആ സ്പോൺസേഴ്സിന്റെ ലേഔട്ട് പോയോ? അവനോട് നോടിനോടൊന്ന് ചോദിക്കോ. റീസൺ ബ്രോ, റീസൺ ഞാൻ നടന്നു വരാവേ. റീസൺ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ബ്രോ. റീസൺ ഞാൻ എന്താന്ന് കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. ഇനി വീണ്ടും എടുത്ത് പറയാൻ വയ്യ ബ്രോ. ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. അവരെന്താണ് SDC എന്ന് പറയുന്ന ഗ്യാങ് എന്താണ് ഡിസ്ക്വാളിഫൈ ആയെന്നുള്ള റീസൺ അവർ സെർവർ ഡംപ് ചെയ്തതുകൊണ്ടാണ്. അതിന്റെ ഡീറ്റെയിൽസ് കുറച്ച് മുമ്പ് ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ബ്രോ. ഒന്ന് ബാക്ക് അടിച്ച് നോക്കണം. ഇതിൽ നല്ല പെർഫോമൻസ് ആക്കുന്ന ഗ്യാങ്ങിന് സ്ലോട്ട് കിട്ടൂലേ? അതെ. ടോപ്പ് നമ്മുടെ ഫൈനൽ ടൂർണമെന്റ് കഴിയുമ്പോൾ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന ടീം ഇൻ കേസ് എക്സലാൻഡിസിൽ ഇല്ലാത്ത ഗ്യാങ് ആണെങ്കിൽ അവർക്ക് എക്സലാൻഡിസിൽ കളിക്കാൻ ഒരു സ്ലോട്ട് കിട്ടും. പ്ലസ് ഇത് എക്സലാൻഡിസിൽ ഉള്ള ഗ്യാങ് ആണെങ്കിൽ അവർക്ക് ഇൻ ഗെയിം എക്സലാൻഡിസിൽ ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടാകും. സോ അതിന്റെ കൂടാതെ തന്നെ പ്രൈസ് പൂളും, ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് പ്രൈസ് പൂള് പ്ലസ് MVP. ഈകള് ആൾക്കാർ കയറി തുടങ്ങി കേട്ടോ. ഈഗിൾ ബ്രോ ഏകദേശം എല്ലാവരും ആയിട്ടുണ്ട്. എല്ലാവരും ആയില്ലേ? ഓക്കെ. KTD ഇത്ര പേരായി. നമ്മള് ഒരു പെർട്ടിക്കുലർ ടൈം കൊടുത്തതിന് ശേഷം പ്ലേയേഴ്സ് വന്നില്ലെങ്കിൽ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നതല്ല. മാച്ച് സ്റ്റാർട്ട് ആവും, അത് ഉറപ്പാണ്. ഞാൻ അതിലൊരു കോംപ്രമൈസും ഇല്ല. മാക്സിമം ഇനി ഒരു എടാ ഇതിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡിലേ ആണോ ഇതൊന്നൊന്ന് ചോദിക്കുമോ ആരുടെ? അല്ലല്ല, നമ്മുടെ സൈഡില് നമ്മളിപ്പോ ഫ്ലോ ഇത് നമ്മുടെ റോള് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ ഈഗിൾ ബ്രോ. ഒരു 10 മിനിറ്റ് കൂടെ അവർക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ടീമിന് 10 മിനിറ്റ് വെച്ച് കൊടുക്കാൻ പറ്റൂല. അല്ലല്ല, മൊത്തത്തില്. ഓക്കെ, അപ്പൊ 9:40ക്ക് നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. റോൾ കൊടുത്തിട്ട് ഇപ്പൊ 5 മിനിറ്റ് ആയോ? 5 മിനിറ്റ് ആയി. ഓക്കെ. ലീഡർ ബോർഡ് ചെറുതാക്കും ബ്രോ. ആ ലീഡർ ബോർഡ് അങ്ങനെ ചെറുതാക്കാൻ പറ്റത്തില്ല. അതൊരു ലേ ഔട്ടാ. അത് ഞാനല്ല, അത് ഡിസൈൻ ചെയ്തേക്കുന്ന ആൾ അവിടെ നിന്ന് ചെയ്യണം. അതൊരു ബ്രൗസർ സോഴ്സില്ല, മനസ്സിലായോ? ഇപ്പൊ ഫുള്ള് ഒക്കുപ്പൈ ആയത് GBZ ഫുൾ ഒക്കുപ്പൈ ആയിട്ടുണ്ട്. GB7 9, 4, RB7 7, XT 4, LZ 8, NTX ഒരാൾ പോലും വന്നിട്ടില്ല, മാഫിയയിൽ ഒരാൾ പോലും വന്നിട്ടില്ല, ഫെയ്ത്തിൽ ഒരാൾ പോലും വന്നിട്ടില്ല, ESBയിൽ ഒരാൾ പോലും വന്നിട്ടില്ല. ഇതെന്താണ് ഇത്? ഇവരെ ജോയിൻ ചെയ്യുന്നില്ലേ? ആരൊക്കെയാണ് ഇതാവാത്തതെന്ന് നോക്കിട്ട് പറഞ്ഞു ബ്രോ. താഴോട്ടൊന്ന് ആക്കിയേ. മാഫിയ, NTX, ഫെയ്ത്ത്, ESB ആണ്. ഇതുവരെ ഒരാൾ പോലും കേറാത്തൊന്നും. ഫെയ്ത്ത് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഫെയ്ത്ത് ഒക്കെ 10 പേര് ഇരിപ്പുണ്ട്. ഇരിപ്പുണ്ട്. അത് ഞാൻ ചോദിച്ചോട്ടെ എന്താണുള്ളത്. ഫെയ്ത്ത് 10 പേര് ഇരിപ്പുണ്ട്. മാഫിയ MIA വേറെയാണോ? MIA വേറെ ഉണ്ടോ നോക്കിയേ. MIA ആണോ? മാഫിയാണ്. MIA വേറെ ഉണ്ടോ മേളില്? MIA വേറെ ഇല്ല ബ്രോ. KTD, ടഫ്. പിന്നെ MIA ഒക്കെ ഇവിടെ ഫുൾ ആയിട്ടിരിക്കുന്നത്. അത് അടുത്ത സെക്കൻഡ് ഗ്രൂപ്പിന്റെ ആണെന്ന് തോന്നുന്നു. സെക്കൻഡ് മാച്ചിനുള്ളതാ. ആണല്ലേ? മാഫിയ തന്നെയാണ് ഇത്. മാഫിയ കേറിയിട്ടുണ്ട്. ഒരാള് കേറി. മാഫിയ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫുൾ ആൾക്കാര്. NTX ഇതാ 10 പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇവരൊന്നും എന്താ കേറാത്തെ? ഇവരൊക്കെ എന്താ കേറാത്തെ? NTX, മാഫിയ, പിന്നെ താഴോട്ടൊന്ന് പോയ ബ്രോ. താഴോട്ട് പോയ പിന്നെ ആരായിരുന്നു? ESB ഇവിടെ VC-യിലെ കാണുന്നല്ലോ. ESB കേറി. 3 പേരായിട്ടുണ്ട്. അവർ കേറുന്നുണ്ട്. അവര് പടപട കേറുന്നുണ്ട്. ഓക്കെ 5 പേരായി. RB7
രായൻ ഇവിടെ ഉണ്ടെങ്കിൽ NTX ഫെയ്ത്തിന്റെ എല്ലാരും ഉണ്ട്, എല്ലാ ടീംസും വന്നിട്ടുണ്ട് ഗൈസ്. ഇവരൊന്നും ലെറ്റ്സ് ഓഫർ ഗുഡ് മാച്ചസ്, ഓൾ ദ ബെസ്റ്റ് ഈഗിൾ ഫോർ ദ ഹോസ്റ്റ്. ഷെയ്ഖേ താങ്ക് യു സോ മച്ച് ഫോർ ദ 2000 കിക്ക് പോയിന്റ്. ഷെയ്ഖേ താങ്ക് യു സോ മച്ച്, വെൽക്കം ടു ദ സ്ട്രീം. താങ്ക് യു സോ മച്ച് ഷെയ്ഖേ, വെൽക്കം ടു സ്ട്രീം, വെൽക്കം ടു സ്ട്രീം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് മാർസെറ്റ് 7 എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഫോർമേഷൻ അടിച്ച് നിൽപ്പുണ്ട് GBF നേരത്തെ വന്നു. ഫോർമേഷനൊക്കെ അടിച്ചു നിൽക്കുന്നത് കേട്ടാ. ആ കേക്കാൻ ചോക്കി, കേക്കാൻ പറ ചോക്കി. ഇല്ലല്ല, തുടങ്ങാൻ പോണുള്ളൂ. ടീംസ് എല്ലാം വരുന്നതേ ഉള്ളൂ. 9:38 ഗൈസ്. ഫസ്റ്റ് മാച്ച് അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ കൊടുക്കാം. നമുക്കൊരു 9:45 സ്റ്റാർട്ടിങ്. 9:45 സ്റ്റാർട്ടിങ് അനൗൺസ്മെന്റ് ഒന്ന് ഇടുവോ? 9:45 വിത്തൗട്ട് എനി റീസൺ 9:45 നമ്മൾ സ്റ്റാർട്ട് ആക്കുവേ. അപ്പൊ ഒന്ന് പറഞ്ഞേക്കണേ ഒന്ന്. ഈഗിൾ ബ്രോ, ഇതാണ് കറന്റ് അപ്ഡേറ്റ്. ഗ്യാങ്ങിന്റെ ആൾക്കാർ കേറിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. പക്കുവിന്റെ ഒരു സെക്കൻഡ്. ഞങ്ങൾക്ക് മുടിയൊക്കെ കളിച്ചല്ലോ. ഒരു ഹായ് കൊടുത്തേ എല്ലാവർക്കും. ഹായ് കൊടുത്തേ. അച്ഛൻ ഇന്നിയർ അല്ലേ? ഒരു ഹൈഫൈ തന്നെ. ഓ അവിടെ കൊടുക്കണം. അവിടെ ഒരാൾക്ക് വൈഫൈ കൊടുത്താൽ ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും വൈഫൈ കൊടുത്തില്ലേ പുള്ളിക്കൊരു ഇതാ. മനസ്സിലായേ? എന്താ ഗിയറെ പിടിച്ച് വലിക്കണോ? മതി പീശു കുളിക്ക് താഴെയിടല്ലേ. ടൂർണമെന്റ് കളിക്കാൻ വന്ന എല്ലാവർക്കും വെൽക്കം എന്ന് പറ. പോയാടാ അവിടുന്ന്. പിന്നെ കീബോർഡിൽ ഞെക്കിക്കാൻ നിന്നെ പോളാ അവിടുന്ന്. എടുത്തോ. വർക്കൗട്ടൊക്കെ ഇപ്പൊ പയ്യൻ വർക്കൗട്ട് ചെയ്യുക, പോയി വെയിറ്റ് കൂടിയോ നോക്കുക. ഇപ്പൊ എന്താ പരിപാടിയെന്ന് അറിയോ? ഇപ്പൊ പോയിട്ട് മറ്റേ വെയിങ് മെഷീനിൽ പോയി നിന്നിട്ട് വിളിച്ച് കാണിക്കും, വെയിറ്റ് ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. അതാണ് അവന്റെ പുതിയ പരിപാടി. അയ്യോ അത് കൊടുക്കൂല, അത് തരൂല അച്ഛ. അത് അച്ഛ ഒരുപാട് കഷായം എടുത്തു തന്നെ. ഇത് പന്നല, ഇത് ചിച്ചി വണ്ടി. ഇത് കൊടുക്കുവോന്നേ പയ്യനെ, കിക്കിന്റെ കാറ്. ഇത് ചിച്ചി ഇത് വേണ്ട നമുക്ക് വേണ്ട. അത് കളഞ്ഞ് പന്നല. സോ ലാസ്റ്റ് 5 minutes ഏകദേശം എല്ലാ ടീമുകളും ലിപ്ലോക്ക് ആണോ അത്? ഏകദേശം എല്ലാ ടീമുകളും ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. 85 പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം ടഫിൽ 2 പ്ലേയേഴ്സ് ജോയിൻ ചെയ്യാനുണ്ട്. RB7 XTയിലും പ്ലേയേഴ്സ് ജോയിൻ ചെയ്യാനുണ്ട്. ഫെയ്ത്ത് ഫുൾ മാഫിയ ഫെയ്ത്തിൽ 3 പ്ലേയേഴ്സ് ജോയിൻ ചെയ്യാനുണ്ട്. ESBയിൽ 1 പ്ലെയർ. ഓക്കെ, എല്ലാ പ്ലെയർ ഏകദേശം ഓക്കെ. 5 മിനിറ്റ് വേണ്ടി വരത്തില്ല, 2 മിനിറ്റ് തന്നെ നമുക്ക് മാച്ച് തുടങ്ങാം. സോ എല്ലാവർക്കും വെൽക്കം അഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു ദ ഫസ്റ്റ് മാച്ച്. അപ്പം ഇന്നത്തെ പെർഫോമൻസ് സാധനം ഡ്രോ ചെയ്തേക്കുന്നത് അതും കോഫി ചെയ്തേരെ. ഡിസ്കോഡിൽ ആരും സംസാരിക്കുന്നില്ലടാ. ബ്രാവ് ഇപ്പൊ വരാന്ന് പറഞ്ഞു, വരുമ്പോ കേൾക്കാം എല്ലാവർക്കും. ബക്കുനെയാണ് സ്പെക്ക് ചെയ്യുന്നത്. വെഹിക്കിളില്ല നമുക്ക്. വണ്ടി ഇല്ലാതെ കളിക്കണം. ബൈഫൂട്ടാണ് നമ്മൾ ഈ ടൂർണമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ബൈഫൂട്ട് നിങ്ങൾക്ക് പൊസിഷൻ എടുക്കാനും പോയി ബിൽഡിങ്ങുകൾ എടുക്കാനുമുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് മാപ്പ് അത്രയ്ക്ക് വലുതല്ല, അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ആവശ്യം വരുന്നില്ല. സോ വണ്ടി ഇല്ലാതെയാണ് നമ്മൾ ടൂർണമെന്റ് ഇതാക്കിയേക്കുന്നത്. വണ്ടി ഇല്ല, കാരണം 10 പ്ലേയേഴ്സിനെ വെച്ച് ഹോസ്റ്റ് ചെയ്യുമ്പോൾ 10 ടീം വെച്ച് ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെർവറിന് അത്യാവശ്യം നല്ല ലോഡ് വരുന്നുണ്ട്. അതുകൊണ്ട് വണ്ടി ഇല്ലാതെ തന്നെയാണ് ബൈഫൂട്ട് റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഇത് വെക്കണം.
വണ്ടി വേണം ടിവി ഉണ്ടോടാ? ബിയിലുണ്ട് ബിയിലുണ്ട്. നമുക്ക് ഹോസ്റ്റിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഹോസ്റ്റിലേക്ക് നമുക്ക് ഇതാക്കാൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. വണ്ടി കൂടെ വരുമ്പോഴത്തേക്കിന് ലോഡ് വരുവാണ്. അതുകൊണ്ടാണ് ഇഷ്യൂ. മനസ്സിലായോ? നിങ്ങൾ വണ്ടി വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ കയറ്റാൻ പറ്റില്ല. അതിന് കുറെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാ. ഓ വണ്ടി ഇല്ലല്ലേ? ഇല്ലല്ല, വണ്ടിയില്ല. ഫോർമേഷൻ കണ്ട കണ്ട് സ്ഥലത്തോടെ സൗണ്ട് ചെയ്യാൻ ഭയങ്കര കുട്ടി വെച്ചേക്കും. ഗണ്ണ് മാറ്റി വണ്ടി കയറ്റാൻ പറ്റുമോ? പിന്നെ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. വണ്ടി വെച്ച് ഇത്രയും അത് നമ്മൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം തന്നെ 10 മിനിറ്റോളം വെയിറ്റ് ചെയ്ത്. ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഈ ടൂർണമെന്റ് ഞാൻ അങ്ങനെ ഇന്ന ടീമൊന്നും നോക്കിയല്ല, നമുക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നടത്തിയാലേ പറ്റുള്ളൂ. കാരണം ഒരു ദിവസം 6 മാച്ച് എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ ഫസ്റ്റ് മാച്ച് തന്നെ ഡിലേ ആയി ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ശോകമാണ്. ആൻഡ് 1 more minute, ലാസ്റ്റ് മിനിറ്റ്. നോട്ട് ഫെയർ. എന്തുകൊണ്ട് ഫെയർ അല്ല ബ്രോ? എന്തുകൊണ്ട് ഫെയർ അല്ല? ഇത്രയും ടീമുകൾ ബാക്കി എല്ലാവരും കയറി ഇവിടെ. എന്തുകൊണ്ട് ഫെയർ അല്ലെന്ന് പറയണം? നമുക്ക് മൊത്തമുള്ള 10 ടീമിൽ 8 ടീമിൽ 10 പ്ലേയേഴ്സ് വെച്ചായിട്ടുണ്ട്. എക്സ്റ്റിയിൽ 6 പ്ലേയേഴ്സ്, ഫെയ്ത്തിൽ 9 പ്ലേയേഴ്സ്. അതാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ജസ്റ്റ് ഇമാജിൻ ചെയ്യ്. ഒരു ദിവസം 6 മാച്ച്, ഒരു ടീമിന് 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ പോലും 1 മണിക്കൂർ എക്സ്ട്രാ ആവും. ടൂർണമെന്റ് അല്ലാതെ 1 മണിക്കൂർ എക്സ്ട്രാ ആവും. നിങ്ങൾ ചിന്തിക്ക് ജസ്റ്റ് അന്നേരം നിങ്ങൾക്ക് ഈ ലോജിക് ഒക്കെ മനസ്സിലാവും. ഫെയർ ആണോ ഫെയർ അല്ലയോ എന്നുള്ളതൊന്നും. അതാ പറഞ്ഞ 10 മിനിറ്റ് വെച്ച് 6 മാച്ചിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ നോട്ട് ഫയറോ? എടാ ഫെയറിന്റെ സ്പെല്ലിംഗ് അതല്ല, ഇത് തീ. ഫയർ എന്ന് പറഞ്ഞാൽ തീ. ഓക്കെ, ഒറ്റ മിനിറ്റോടെ കൊടുത്തേരാം. അവര് പറഞ്ഞ ഈ മാച്ച് കളിക്ക് അടുത്ത മാച്ച് കേറാന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ESB എല്ലാരും കേറിയല്ലോ അല്ലേ? NTX-ൽ ഒരാൾ കയറുണ്ട്, ഫെയ്ത്തിൽ ഒരാൾ കയറുണ്ട്. 1 മിനിറ്റോടെ കൊടുത്തേരാം. 9:46 സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ. പറഞ്ഞിട്ട് പോയാണോ? വരാന്ന് പറഞ്ഞടാ. പാക്കോ നോ ക്ലിപ്പ് മാറ്റി നിൽക്കണ്ടേടാ തുടങ്ങുമ്പം. നോർമലി നിന്നാ മതി, നോർമലി നിൽക്കുന്ന പോലെ. ഞാൻ അത് കഴിഞ്ഞിട്ടേ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് ആരോ ബട്ടൺ നിൽക്കാൻ മതി. അറിയാം. എന്നിട്ട് F അടിച്ചാൽ മതി. ഗോകുന് മാച്ച് ഉണ്ടോ ജോക്കി? അടുത്ത മാച്ച് ഉണ്ടോ? അവനൊരു പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ടി വി വിച്ച് ലൈനപ്പ് ടുഡേ? ടി വിയിൽ നിന്ന് വള്ളി ടീംസിന്റെ ലൈനപ്പാണ് ഇന്നത്തെ കളിയിലുള്ളത്. സ്റ്റാർട്ട് ആയിട്ടെ. ഓക്കെ, സോ ദ ഫസ്റ്റ് മാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഈഗിൾ എക്സ്ലാൻഡിസ് നടത്തുന്ന റാംപേജ് PvP ടൂർണമെന്റിന്റെ ഡേ 1 ഫസ്റ്റ് മാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഗ്രൂപ്പ് എയുടെ മാച്ചാണ്. ആൻഡ് ലൈവ് പോയിന്റ് ടേബിൾ നിങ്ങളുടെ സൈഡിൽ ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ടൂർണമെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അക്സസബിൾ ആയിരിക്കും. വെബ്സൈറ്റിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഹിയർ വി ഗോ. ദ ഫസ്റ്റ് മാച്ച് ഗ്രൂപ്പ് എയുടെ മാച്ചാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ ടീമുകൾ എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് ഓൾറെഡി എല്ലാവരും ചാടി തുടങ്ങിയിരിക്കുന്നു. ആൻഡ് എല്ലാ ടീമുകളും അവർക്ക് ഒരു പ്രീ പ്ലാൻ ഉണ്ടാവും മാപ്പ്. കാരണം 2 ദിവസം നമ്മൾ ടെസ്റ്റ് സ്ട്രീം നടത്തിയതാണ്. ടെസ്റ്റ് സ്ട്രീംസിൽ ഓൾറെഡി ഏകദേശം അവർക്ക് പൊസിഷനുകളും സ്ഥലങ്ങളും ഒക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എല്ലാവരും അവരവരുടെയൊക്കെ ഡ്രോപ്സ് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാം. നമുക്ക് വൺസ് ആൾക്കാർ എല്ലാവരും താഴെ ഇറങ്ങിയതിന് ശേഷം സ്പെക്ക് കുറച്ച് പ്രോപ്പർ ആവത്തുള്ളൂ. കാരണം ആദ്യമേ നമുക്ക് അങ്ങനെ എല്ലാവരുടെയും POV കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഇതിൽ മാത്രം. സോ ഏകദേശം എല്ലാ പ്ലേയേഴ്സും ഇതായിട്ടുണ്ട്. ഈ ഡ്രോപ്പ് സമയത്ത് ഇത് ബഗ്ഗായി വെളിയിൽ പോയി മരിക്കുന്ന എല്ലാവർക്കും റീ എൻട്രി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് അഡ്മിൻസ് അവരുടെ ബാക്ക് എൻഡിൽ നിന്ന് തന്നെ ചെയ്തോളും. ആ റീ എൻട്രി അത് അവർ തന്നെ സെറ്റാക്കി കൊടുത്തോളും. ഈ ഇറങ്ങുന്ന സമയത്തുള്ളത് ബഗ് മാത്രം.
ക്വാളിറ്റി പോയേ, ഇടയ്ക്ക് ചെറുതായിട്ട് ക്വാളിറ്റി പോകുന്നുണ്ട്. ഈകള് എന്റെ ഒന്ന് എടുത്ത് നോക്കടാ, ക്ലിയർ ആണോ നോക്ക്. നോക്കട്ടെ ഒരു മിനിറ്റ്. എല്ലാരും ചാടുന്നതേ ഉള്ളൂ. സോ ഗൈസ്, ഞാൻ പറഞ്ഞില്ല, ഈ ഡ്രോപ്പ് ടൈമിൽ വരുന്ന എല്ലാ ബഗ്ഗുകൾക്കും നമ്മൾ റീ എൻട്രി ചെയ്താൽ ഈ സോണിൽ ഇതായി ഇപ്പൊ കണ്ട RB7 LSഡില് രണ്ടുപേര് അവിടെ സോണിൽ മരിച്ചായിരുന്നു. അവര് രണ്ട് കുറച്ച് പേര് അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. അവരെ നമ്മൾ റീ എൻട്രി ആയിട്ട് അവരുടെ ടീമിന്റെ അടുത്ത് അവരെ റീ എൻട്രി ആയിട്ട് അവിടെ തന്നെ കൊണ്ടുവിടുന്നതായിരിക്കും. അത് നിങ്ങൾ നോക്കണ്ട, ആ മരിക്കുന്ന ആൾക്കാരുടെ ഇത് നോക്കണ്ട. കണ്ട ഇപ്പൊ സോണിൽ NTX ഇപ്പം 3 പേരോളം സോണിൽ മരിച്ചായിരുന്നു. റീകോൾ അല്ല, അത് അഡ്മിൻസ് ചെയ്യുന്നതാണ്. 5 പേരല്ലേ അഡ്മിൻസ് ഒന്ന് നോക്കണം. ഇതിപ്പോ എത്ര ഇതായി? 7 പേരോളം ഇതായി കേട്ടോ. അത് അവരുടെ ബഗ് വരുന്നതാ, നമ്മുടെ ഇഷ്യൂ അല്ല. അവരെന്തേലും കീ ബൈൻഡിന്റെ ഇഷ്യൂ വരുന്നതാ. ആണല്ലേ? അത് ചെക്ക് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ അവർക്ക് റീ എൻട്രി. ഗൈസ്, ഗെയിം സൗണ്ട് വരെ ആകാശത്താ ഗൈസ്. നിങ്ങൾ എല്ലാരും ഒന്ന് ചില്ലാവ് ഗൈസ്. ആ ക്രോസ് ഹെയർ ഓഫ് ചെയ്യുവോ? കമന്റ് വേണം. കമന്റാ, ഒരു മിനിറ്റ് അടിക്കണം. ഓക്കെ. എന്നാ ഡോക്ടറിനെ ഒന്ന് സ്പെക്ക് ചെയ്യും, ഞാൻ അത് ഓഫ് ആക്കിട്ട് വരാം. ഗൈസ്, ഗെയിം സൗണ്ട് വരും ഗൈസ്. ചില്ലാവ് ഗൈസ്. നിങ്ങൾ ഏറി നിൽക്കുന്നോണ്ടായത്. നീ ടൈം ബീയിങ് ഇവിടെ അടിയുണ്ട്, നോക്കോ, അടി തുടങ്ങി. ഇത് എനിക്ക് കാണുന്നില്ല. ഹലോ എടാ, അവൻ പോസ് ചെയ്തു, നീ എന്റെ നോക്ക്. അല്ല, എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ലെന്ന്. ബാക്ക് ആവുന്നില്ല. വന്നു ഇവിടെ അടിയും തുടങ്ങി. RB7 അടി തുടങ്ങി. RB7 അല്ലല്ലോ, RB7. സോ RB7 ഇവിടെ ഫസ്റ്റ് ഫൈറ്റ് എടുത്തിട്ടുണ്ട്. RB7 ഇവിടെ ഇതിലുണ്ട്. RB7 പ്ലേയേഴ്സ് സ്റ്റിൽ അവിടെ എന്തൊക്കെയോ അടിച്ചൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. RB7 വേഴ്സസ് ESB ആണ് അവിടെ നടക്കുന്നത്. ESB അവരെല്ലാം ഗണ്ണൊക്കെ എടുക്കുന്നതേ ഉള്ളൂ. RB7 അവിടെ പുഷ് ചെയ്ത് വരുന്നു. ഓക്കെ, കയ്യിൽ ഗണ്ണില്ല, രണ്ടുപേരുടെ കയ്യിൽ ഗണ്ണ് കിട്ടിയിട്ടില്ല. RB7 ക്രിസ്റ്റി, അതുപോലെ തന്നെ ESB ഇവിടെ കോമ്പൗണ്ടിലുണ്ട്. ESB കോമ്പൗണ്ടിന്റെ മുകളിൽ 2 പേരുണ്ട്. അവർ വളരെ സ്പ്ലിറ്റ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയത്. സ്പ്ലിറ്റ് ആയ സൈഡിൽ തന്നെ 2 പേരും. ഓക്കെ, ഇവിടെ RB7 ഇവിടെ നല്ല 2 പേരോ ഫ്രണ്ടില്. ESB ആശാനെ ഓടിച്ചിട്ടടിക്കാനുള്ള ശ്രമം. RB7 അവിടെ ഈ ഇഷാനെ നോക്കാക്കിയിട്ടുണ്ട്. ഇഷാനെ അവിടെ ഫിനിഷ് ഓഫ് ചെയ്തിട്ടില്ല. അവിടെ ടഫും എക്സ്ട്രീം ഓൾറെഡി ഫൈറ്റ് നടക്കുന്നുണ്ട്. അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. സോ ടഫും എക്സിയും ഇവിടെ 2 ഇടത്തും ഡ്രോപ്പ് ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. ഇഷാനല്ല, ആശാനാണോ? ഞാൻ കണ്ടില്ല, സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ആശാനാണ്. കണ്ടില്ല. സോ എക്സി എല്ലാരും ഡ്രോപ്പിൽ ഒരുമിച്ച് ഇറങ്ങിയ ടീമുകൾ തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരുന്നത്. ആൻഡ് RB7 അവിടെ NTX ഉണ്ണിമോനെ അടിക്കുന്നു. RB7 അടുത്ത ഫൈറ്റ് NTX ഡൊമിനിക് ഡോവറിനെ അടിക്കുന്നു. ഓക്കെ, ഇവിടെ എക്സി വേഴ്സസ് ടഫ് അവിടെ ഗണ്ണെടുക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഗണ്ണ് ലൂട്ട് എടുത്തിട്ടില്ല ഇതുവരെ. ഓക്കെ, അവിടെ ടഫ് ഹീഗൽ ഡേവിസിനെ അവിടെ എക്സി നോക്കാക്കുന്നു. ടഫിന്റെ പ്ലേയേഴ്സ് അവിടെ ബാക്കപ്പിന് എത്തിയിട്ടുണ്ട്. എക്സിക്ക് നല്ല ടാഗ് കൊടുത്തോണ്ടിരിക്കുന്നു. എക്സാക്കി 1 HP ഓടി രക്ഷപ്പെടുന്നു. 1 HP നോക്കായിട്ടുണ്ട്. ടഫ് അവിടെ എക്സാക്കിയെ നോക്കാക്കിയിട്ടുണ്ട്. ആൻഡ് എക്സി അടുത്തോട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഫൈറ്റിന്റെ ഇടയ്ക്ക് മാറ്റല്ലേ. അവിടെ ഇടിയൊക്കെ നടക്കുന്നു. ഇടിച്ചു കൊല്ലാനുള്ള ശ്രമം. ഇടിച്ചു നോക്കാക്കിയിരിക്കുന്നു. ഗണ്ണില്ലാത്ത ആൾക്കാർ തമ്മിലുള്ള ഇടിയൊക്കെയാണ് നമ്മൾ കാണുന്നത് ആദ്യം തന്നെ. സോ എക്സി അൾട്രോണെ അവിടെ നോക്കാക്കുന്നു. ടഫില് 2. ഓക്കെ, അവിടെ ഒരു റിവൈവൽ, ടഫിന്റെ സൈഡിൽ നിന്ന് ഒരു റിവൈവൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഉള്ള ഫിനിഷ്. പ്ലേയേഴ്സിനൊക്കെ ഇടിച്ചു കൊല്ലുന്നു. ഇതുവരെ ഗണ്ണ് കിട്ടിയിട്ടില്ല. ഗണ്ണ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഇടിച്ചു കൊന്ന് ലൂട്ട് എടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ. സോ ഗൈസ്, പോയിന്റ് ടേബിൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ടോ? ഇത് ആരാണ് ഈ കിടന്ന് വിളിക്കുന്നേ? ആൻഡ് ഇവിടെ ESB വേഴ്സസ് RB7 ഇതുവരെ തീർന്നിട്ടില്ല. RB7 വേഴ്സസ് ESB ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. RB7 ടേറ്റിന്റെ അടുത്തോട്ട് പുഷ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ RB7 ഒരു പ്ലെയറും കൂടെ ESB നോക്കാക്കിയിട്ടുണ്ട്.
ആൻഡ് ESB യിലെ ഒരു പ്ലെയറിനോട് RB7 ടേറ്റ് അവിടെ ESB നോക്സിനെ നോക്കാക്കുന്നു. ടേറ്റ് അവിടെ നല്ലൊരു നോക്ക് എടുത്തിട്ടുണ്ട്. ESB RB7 ഇവിടെ കില്ലുകൾ ഫാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. RB7 ടേറ്റ് അവിടെ പുഷ് ചെയ്ത് വരുന്നു. ഓ ടാഗ് ഇടുന്നു. RB7 ടേറ്റിനെ അവിടെ ESB യുറി ബോയിക്ക നോക്കാക്കുന്നു. ആൻഡ് RB7ന്റെ പ്ലേയേഴ്സ് കുറച്ച് ഷഫിൾഡ് ആണ്. നമുക്ക് നോക്കാം. RB7ലെ പ്ലേയേഴ്സ് അത്യാവശ്യം അവർക്ക് ഹീലിംഗ് ചെയ്യേണ്ട, അവർക്ക് ഇനഫ് ലൂട്ട് കിട്ടിയിട്ടില്ല. ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലൂട്ട് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. അതാണ് മെയിൻ ഒരു കാരണം. ആൻഡ് ഇവിടെ രണ്ട് ടീമുകളും നല്ല ESB പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. പക്ഷെ വൺ വേ നല്ല ഡബിൾ ടാഗ് കൊടുക്കുന്നു. RB7 വേഴ്സസ് ESB. ആൻഡ് ബൈ സെൻസ് എന്റെ സ്പെക്ക് മാറ്റാം. ഈ ഫൈറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് സ്പെക്ക് മാറ്റാം. ചില്ലാവും നിങ്ങള്. സോ നമുക്ക് നോക്കാം. ആ രണ്ട് ടീമും ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. വേറെ എങ്ങും തന്നെ നമുക്ക് ഫൈറ്റ് ഇനിഷ്യേറ്റ് ആയിട്ടില്ല. ഇവിടെ ESB വേഴ്സസ് RB7 ആണ്. RB7ലെ 3 പ്ലേയേഴ്സിനും ഹീലബിൾസ് പോലും ഇല്ല. നല്ല ESB അവിടെ RB7ലെ രണ്ട് പ്ലേയേഴ്സിനെ അവിടെ നോക്കാക്കി. ഓ നല്ലൊരു പുഷ് ഫ്രം ESB യൊറീച്ചിയെ തിരിച്ച് ESBയുടെ ഒരു പ്ലെയറിനെ നോക്കാക്കി ഫിനിഷ് ചെയ്ത് കളഞ്ഞു. യൊറീച്ചിക്ക് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. RB7ലെ 3 പ്ലേയേഴ്സ് നോക്കാണ്. RB7ലെ പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കളിക്കുന്നത്. അവർക്ക് തിരിച്ച് റെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഏകദേശം 3 പ്ലേയേഴ്സോളം അവിടെ നോക്കായിട്ടുണ്ട്. ESB ഭയങ്കര ഷഫിൾഡ് ആയിട്ട് കളിക്കുന്ന ആ ഒരു പുഷിൽ ബാക്ക് സപ്പോർട്ട് അവർക്ക് കിട്ടിയില്ല ESBക്ക്. ആൻഡ് ESB പുഷ് ചെയ്ത് വരുന്നു. അവിടെ എല്ലാരും റെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹീൽ ചെയ്തിട്ടില്ല. RB7 വേഴ്സസ് ESB ഒരു 3 vs 5 ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. 3 vs 5. RB7 ഒരു നോക്ക് ഇടുന്നു. ലുമി NYXനെ അവിടെ നോക്കിടുന്നു. RB7 പുഷ് ചെയ്ത് പോകുന്നു. അഗ്രസീവായിട്ട് പുഷ് ചെയ്യുന്നു. ESB വേഴ്സസ് RB7 പെരുന്നാളടി. ഓ ESB ഒരു കൗണ്ടർ നോക്കിട്ടിരിക്കുന്നു. RB7 തിരിച്ചൊരു നോക്കിട്ടിരിക്കുന്നു. ആൻഡ് ESBയിൽ ഒരു പ്ലെയറുടെ മാത്രം ബാക്കി. ESBയുടെ തേവർ മാത്രം ബാക്കി. അതിന്റെ മുകളിലാണ് കളിക്കുന്ന തേവർ മാത്രം ബാക്കി. ESB RB7 ലാസ്റ്റ് മാൻ. ESB തേവർ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും ഡൗൺ ആയി. ESBയിൽ ഒറ്റ പ്ലെയർ മാത്രം ബാക്കി. RB7 അത്യാവശ്യം പ്ലേയേഴ്സിനെ എല്ലാം റെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നു. അവിടെ KTD വേഴ്സസ് ഫെയ്ത്തും അവിടെ അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. ESBയിലെ അവസാനത്തെ പ്ലെയറിനെ അവിടെ ഫിനിഷ് ഓഫ് ചെയ്യാനുള്ള ശ്രമം. RB7 10 കില്ല് സെക്യൂർ ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. 10 കില്ല് ഏകദേശം സെക്യൂർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ KTD വേഴ്സസ് ഫെയ്ത്ത് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ നോക്കുക. അതുപോലെ GB ഓൺ ദ സ്പോട്ടിൽ പുഷ് ചെയ്ത് വന്നിട്ടുണ്ട്. GB ഒരു തേർഡ് പാർട്ടി അടിക്കാൻ വേണ്ടി കയറി വന്നിട്ടുണ്ട്. GB വേഴ്സസ് ഫെയ്ത്ത് വേഴ്സസ് KTD ആണ് നടക്കുന്നത്. കറക്റ്റ് ടൈമിൽ GB അവിടെ തേർഡ് പാർട്ടി അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നല്ല കാഷ്വാലിറ്റീസ് രണ്ട് ടീമിലും ഉണ്ടായിരുന്നു. ഓ അവിടെ എന്തോ പൊട്ടിത്തെറിച്ചു. അല്ല. ആ ഓക്കെ, ഞാൻ പാക്കുവിന്റെ തൊട്ട് സ്പെക്ക് മാറ്റാം. ഓ KTD കറങ്ങി റൈറ്റ് ആംഗിൾ വന്നിട്ടുണ്ട് അവരുടെ. GB വേഴ്സസ് KTD ആവുന്ന നോക്കാം. KTD അവിടെ GB ഒരു പ്ലെയറിനെ നോക്കുന്നു. ഓ ഓപ്പണിലായി പോയി GB. രണ്ടുപേരും നോക്കായി GB. രണ്ടുപേരും ആൻഡ് KTD വേഴ്സസ് GB. ഓ ഇവിടെ റൈറ്റ് ആംഗിൾ പുഷ് ചെയ്ത് വന്നിട്ടുണ്ട് GB. ഒരു 1v1. ഓ നല്ലൊരു 1v1 ബൈ KTD. ഡേവിഡ് ജോൺ നല്ലൊരു നോക്ക് ഇട്ടേക്കുന്നു. അടുത്തൊരു നോക്ക്. GB KTD നിന്നും അടി. പ്ലെയർ അഡ്വാൻറ്റേജ് കുറവായിട്ട് പോലും KTD നല്ല രീതിയിൽ കളിച്ചോണ്ടിരിക്കുന്നു. ആൻഡ് GB സില്ലി സ്റ്റാർക്ക് മാത്രമാണോ ബാക്കി? ഇനി
ഓക്കെ, ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. ഓ, നല്ലൊരു നോക്ക്. സില്ലി സ്റ്റാർക്ക് അവിടെ നല്ലൊരു നോക്ക് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ രണ്ടാമത്തെ നോക്ക് ഇടാൻ പറ്റും. ഓ ഇല്ല, സില്ലി സ്റ്റാർക്കിനെ അവിടെ അടുത്തൊരു നോക്ക് ഇട്ടിട്ടുണ്ട്. മാഡിസെക്ക് അവിടെ ഇൻസ്റ്റന്റ് ഒരു റിവൈവല്. ബ്രോ 6 വരെ ഡോക്ടറിന്റെ മൈക്കിൽ നിന്ന് ഭയങ്കര സൗണ്ട്, ചുമക്കുന്നതിന്റെ ഇതിന്റെയൊക്കെ ഭയങ്കര സൗണ്ട് ആയിട്ടാ കേൾക്കുന്ന സൗണ്ട്. എടാ ലീഡർ ബോർഡ് സൈസ് പറയാം. ലീഡർ ബോർഡ് സൈസ് കുറയ്ക്കാം. ലീഡർ ബോർഡിന്റെ സൈസ് കുറയ്ക്കാം. അത് എനിക്ക് പറ്റത്തില്ല കൈസ്, അത് എനിക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അത് എനിക്ക് അത് അവിടുന്ന് എടാ ഇവിടെ ആരാടാ ഇവിടെ ഇതിനകത്ത് ഇവരുള്ളതിൽ ആരെല്ലാം ഒന്ന് വരാതെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെല്ലാം ഒന്ന് ആ നോഡിനോടൊന്ന് വരാൻ പറയൂ. VC-ല് നോഡിനോട് ഈ ലീഡർ ബോർഡിന്റെ സൈസ് ഒന്ന് കുറയ്ക്കണം. എന്നാൽ അല്ലാതെ പറ്റത്തില്ല. എടാ ലീഡർ ബോർഡിന്റെ സൈസ് ഒന്ന് കുറയ്ക്കോടാ. ഇന്നത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്ക്രീൻ അങ്ങ് റിമൂവ് ആക്കിയേക്ക്, നാളത്തേക്ക് റെഡി ആക്കി തരാം. അങ്ങനെയാണെങ്കിൽ സ്ക്രീനിൽ നിന്ന് ഓഫ് ആക്കട്ടെ. സ്ക്രീനിൽ നിന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ ആണോ? അതാണോ ഞാനിപ്പോ പറയാൻ പോയ അത് ഓഫ് ആക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ നിന്ന് ഓഫ് ആക്കാനൊക്കെ എനിക്ക് പറ്റും ചേട്ടാ. സൈസ് കുറയ്ക്കാൻ പറ്റത്തില്ല. അത് ഒരു റെസൊല്യൂഷനിൽ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ആഫ്റ്റർ ദ മാച്ച് നമ്മൾ പോയിന്റ് ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. സോ NTX, ഓ അവിടെ RB7 അടുത്തൊരു ഫൈറ്റ് എടുത്തിട്ടുണ്ട്. NTXന്റെ കാർഷലിനെ പോയി നോക്കാക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം NTX വേഴ്സസ് RB7. സോ മാക്സിമം, ഓ ഇവിടെ മാഫിയയുടെ എൻട്രി. NTXന്റെ അടുത്തോട്ട് മാഫിയയുടെ എൻട്രി. എന്റെ അമ്മോ, 10 പേരോട് ഒരുമിച്ച് വന്ന് അവനെ അടിച്ച് തൂത്ത് കളഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരിടത്തുനിന്ന് ഓടി വേറെത്തിന്റെ വായിലോട്ടാ കയറി ചെന്നത്. അവന്മാര് 10 മിനിറ്റ് മാഫിയ ഇവിടെ പോച്ചക്കാത്തിരിക്കുന്ന ആളെ സ്പോട്ട് ചെയ്തിട്ടില്ല. NTX അവിടെ പോച്ചക്കാത്തിരിപ്പുണ്ട്, കണ്ടിട്ടില്ല ഇതുവരെ. മാഫിയ ഇവിടെ വന്ന് ഒരു തേർഡ് പാർട്ടി ഫൈറ്റ് എടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. ഇവിടെ വന്നപ്പോ എല്ലാരും ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ RB7 സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. മാഫിയെ കിട്ടാൻ വേണ്ടിട്ട് മാഫിയെ മിക്കവാറും RB7 അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. മാഫിയ റൈറ്റ് ആംഗിൾ പുഷ് ചെയ്ത് വരുന്നുണ്ട്. RB7 ആണോ അതോ മാഫിയാണോ വൈപ്പ് ആവുന്നത് നോക്കാം. RB7 അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. RB7 അവിടെ സ്പോട്ട് ചെയ്തു. അടി വരുന്നു. RB7 ഒരു ഓപ്പണിലായി പോയി. അവർക്ക് ഒരു കവർ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. RB7 മാഫിയയും തമ്മിലുള്ള RB7. ഓക്കെ, കുറച്ച് പ്ലേയേഴ്സ് ഓൾറെഡി ആ ഫ്ലൈറ്റിന്റെ ബാക്കിലോട്ട് എത്തിയിട്ടുണ്ട്. RB7 കുറച്ച് പ്ലേയേഴ്സ് ഓക്കെ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ മാഫിയ പുഷ് ചെയ്ത് വരുമോ എന്ന് നോക്കി നോക്കാം. RB7 എത്ര പ്ലേയേഴ്സ് അല്ലേ ഉണ്ട്? ലൈവ് ഇപ്പൊ നമുക്ക് അങ്ങനെ കാണിക്കുന്നില്ലേ ബ്രോ? ആണല്ലേ, നമുക്ക് അവര് ഡൗൺ ആയാലും അവർക്ക് ഇവരെ സ്പെക്ക് ചെയ്യുന്നോണ്ടേ നമുക്ക് ഈ ഏരിയയിൽ തന്നെ കാണിക്കും അവരുള്ള. ഓക്കെ, 1 2 3 4 5 6 7 8 ഏകദേശം 8-9 പേരോളം RB7 നമുക്ക് അവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. RB7 ആണ് കറന്റ്ലി അത്യാവശ്യം നല്ല ഫ്രാഗ് എടുത്ത് ഈ ഒരു ടൂർണമെന്റിൽ ആദ്യം തന്നെ നല്ല അഗ്രഷൻ കാണിച്ച് കളിക്കുന്ന ഒരു ടീമായിട്ട് നമുക്ക് RB7 ഇതാക്കാം. സോ ബാക്കിയുള്ള ടീമുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്നതേ ഉള്ളൂ. സോ RB7 ഒരു പ്ലെയർ സ്റ്റിൽ ഇവിടെ ഉണ്ട്, 2 പേര് RB7. ഓക്കെ, ഡൗൺ ആണോ? ഓക്കെ. ഓക്കെ, സോ അപ്പൊ 8 പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് RB7 കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വേറെ എങ്ങും തന്നെ ഫൈറ്റ് വന്നിട്ടില്ല. ബാക്കി ഇത് കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ബിയിലെ ടീമുകളൊക്കെ എല്ലാവരും പ്ലീസ് ബി റെഡി. ഈ മാച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്ന. ആ 10 മിനിറ്റ്സിൽ നിങ്ങൾ ദയവ് ചെയ്ത് സെർവറിൽ എൻ്റർ ആയി മാച്ചിന് വേണ്ടി റെഡി ആവണം. ആൻഡ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയണത് ഈ പറയണത് പോലെ TV അടക്കമുള്ള ഒരു ഗ്രൂപ്പാണ്. എല്ലാ ഗ്രൂപ്പിലെ എടാ നോഡ് ഇവിടെ ഉണ്ടോ? ഒരു സെക്കൻഡ്, ഞാൻ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ടീം ലിസ്റ്റ്. എടാ ടീം ലിസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലിടാവോ? ടീം ലിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഇടോ. സോ മാഫിയ റൊട്ടേറ്റ് ചെയ്ത് സോണിനകത്തോട്ട് വന്നോണ്ടിരിക്കുകയാണ്. 45 പേര് മാത്രമാണ് ഇനി എലൈവ് ആയിട്ടുള്ളത്. 45 പേര് എലൈവ്. ബാക്കി എല്ലാവരും അവിടെയും ഇവിടെയൊക്കെ ഫൈറ്റ് ആയിട്ട് നടന്നു. ഇനി 45 എലൈവ്. സോ സെന്റർ ഓഫ് ദ സോണിലോട്ട്
വന്നിട്ടുണ്ട്. ആൻഡ് ബാക്കി ടീമുകളൊക്കെ അവിടെ എവിടെയും എത്ര ടീം അല്ലേ എന്നുള്ളത് കാണിക്കുന്നില്ല അല്ലേ? ഉണ്ട്. ഓക്കെ 8 ടീം അല്ല ടീമിന്റെ കൗണ്ട് ബഗ് ഉണ്ട്. ഓക്കെ 2 സെക്കൻഡിൽ അടുത്ത സോൺ വരുന്നതായിരിക്കും. ആൻഡ് അടുത്ത 3 മിനിറ്റും 25 സെക്കൻഡിലും അടുത്തത് അവിടെ എക്സ്ടി വേഴ്സസ് ടഫ് അവിടെ നടക്കുന്നു. എക്സ്ടി വേഴ്സസ് ടഫ് ആണ് അടുത്തത് ഒരു ഫൈറ്റ് നടക്കുന്നത്. അങ്ങോട്ടൊന്ന് പോ. ഞാൻ പോകുന്നുണ്ട്. ചെറിയൊരു ബഗ്ഗായത്. ഓക്കെ RB7 ആണ്, RZ7 അല്ല ഗൈസ്, RB7 ആണ്. ഓൾ ഡൗൺ ആയ ബ്രോ. XT ഓൾ ഡൗൺ ആയല്ലേ? XT അവിടെ ഓൾ ഡൗൺ ആയിരിക്കുന്നു. ആൻഡ് ഒരു ടീമും കൂടി വൈപ്പ് ആയിരിക്കുന്നു. നമുക്ക് ഇനി 43 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ടഫും അവിടെ കുറച്ച് കിൽസ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഓക്കെ സോ ടഫും അത്യാവശ്യം ഫൈറ്റ് ഒക്കെ എടുത്താണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ആൻഡ് അവർക്ക് സോണിലേക്ക് പോയേ പറ്റത്തുള്ളൂ. സോ സോണിലോട്ട് ഓടി കയറാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ പറയണതുപോലെ കുറച്ച് നേരത്തെ ഏർലി റൊട്ടേഷൻസ് എടുത്താൽ മാത്രമേ സോണിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റുള്ള സോണുകളിൽ നല്ല ഡാമേജ് ആണ്, നല്ല സോൺ ഡാമേജസ് ഹിറ്റ് ചെയ്യും. സോ അതുകൊണ്ട് വണ്ടി ഇല്ലാത്തത് കൊണ്ട് ഫാസ്റ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വണ്ടിയില്ല ഗൈസ്, വണ്ടിയില്ല. സോ നമുക്ക് നോക്കാം ബാക്കിയുള്ള ടീമുകളിലേക്ക്. ഓക്കെ സോ ഇവര് ചെന്ന് കയറുന്നത് അടുത്തൊരു ടീമിന്റെ അടുത്തോട്ടാണ്. സോ മാഫിയയുടെ അടുത്തോട്ടാണ് നമ്മുടെ അടുത്ത ടീം പൊക്കോണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. മാഫിയയുടെ അടുത്തോട്ടാണ് നമ്മുടെ ടഫ് പോകുന്നതെന്നാണ് തോന്നുന്നത്. എല്ലിസെഡിന്റെ അടുത്തോട്ട്. എല്ലിസെഡ് അവിടെ ഓൾറെഡി ഒരു കോമ്പൗണ്ടിൽ നല്ലൊരു പൊസിഷൻ എടുത്തിരിപ്പുണ്ട്. ആൻഡ് അവിടേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുന്നു. ടഫ് വേഴ്സസ് എല്ലിസെഡ്. ആ കോമ്പൗണ്ടിൽ ആളെ ടഫിനെ സ്പോട്ട് ചെയ്തു തോന്നുന്നു. ഓ പെരുന്നാൾ അടി വന്നിരിക്കുന്നു. എല്ലിസെഡിന്റെ സൈഡിൽ നിന്ന് ടഫിന് നല്ല ഫയറിംഗ് കിട്ടുന്നു. ആൻഡ് അവർ ബിൽഡിംഗ് ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആൻഡ് ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് ഗൈസ് ഇന്ന് ഇസഡം, ടോക്കിയോ, അതിരടി യൂണിറ്റ്, BM, OG, TVA, SB, അതായത് SB നമ്മുടെ KVയുടെ ലൈനപ്പാണ്. അതുപോലെ DX, MIA, CID ആണ് നെക്സ്റ്റ് മാച്ച് വരുന്നത്. സോ അവിടുന്ന് ഒരു മോൾട്ടോ എറിഞ്ഞു. പക്ഷെ അവിടെ ആരെയും ഇല്ല. സുക്കുമോൻ അവിടുന്ന് ഒരു മോൾട്ടോ എറിഞ്ഞായിരുന്നു. പക്ഷെ അത് ടഫിൽ ഒരു പ്ലേയേഴ്സിനെയും ഹിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ് ഫ്രം എല്ലിസെഡ്. KV അല്ലേ അത്? SB KV അല്ല, KV അല്ലേ? അത് അപ്പൊ എന്റെ മിസ്റ്റേക്ക് ആണ്. ശരവണ ഭവൻ ബോയ്സ് KV ആണ്. അത് SBB ആണെന്ന് തോന്നുന്നു. SB വേറെ ആണെന്നോ? SB വേറെ ഉണ്ടോ? SB വേറെ ഇല്ലെങ്കിൽ അതാണ്. സോ നമുക്ക് നോക്കാം. നല്ല ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ സ്മോക്ക് ഒക്കെ ഇട്ട് അവരുടെ സോ 2 ടീമിനും സോണിലോട്ടും പോകണം. അവര് ഗേറ്റ് കീപ്പ് ചെയ്ത് കളിച്ചോണ്ടിരിക്കുകയാണ്. എല്ലിസെഡ് ടഫിനെ അകത്തോട്ട് കയറ്റരുത് എന്നുള്ള രീതിയിൽ ഗേറ്റ് കീപ്പ് ചെയ്ത് കളിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം എല്ലിസെഡ് വേഴ്സസ് ടഫ്. 2 ടീമിനും സോണിനകത്തോട്ട് പോയേ പറ്റത്തുള്ളൂ. നല്ലൊരു മോൾട്ടോ അവിടെ വീണല്ലോ. അത് സ്വന്തം മോൾട്ടോ ആണെന്ന് തോന്നുന്നു. ദുബായ് ജോസിന്റെ മോൾട്ടോ ആണോ അത്? എവിടുന്ന് ഒരു KTD വേഴ്സസ് GBZ അവിടെ നടക്കുന്നു. KTD വേഴ്സസ് GBZ അവിടെ ഫൈറ്റ് ആയിട്ടുണ്ട്. KTD വേഴ്സസ് GBZലെ പ്ലേയേഴ്സ് ആക്ച്വലി നല്ല കുറവാണെന്ന് തോന്നുന്നു. GBZലെ പ്ലേയേഴ്സ് കുറവാണോ? പ്ലേയേഴ്സ് അത്യാവശ്യം ഉണ്ടല്ലോ. GBZലെ പ്ലേയേഴ്സ് ഉണ്ട്. 3 പേരേ ഉള്ളൂ. 3 പേരെന്തോ ഉള്ളൂ GBZല്. സോ അവർക്ക് സോണിന് കയറണം. അവിടെ KTDയും അത്യാവശ്യം ഫൈറ്റ് എടുക്കുന്നുണ്ട്. KTD പുഷ് ചെയ്ത് ആ കില്ലെടുക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. KTD പുഷ് ചെയ്യുന്നുണ്ട്. GBZനെ ഒരുമിച്ച് പുഷ് ചെയ്യാനുള്ള പ്ലാനാണോ അത് ഗേറ്റ് കീപ്പ് ചെയ്യാനുള്ള പ്ലാനാണോ നമുക്ക് നോക്കാം. GBZ വേഴ്സസ് KTD. സോൺ ഡാമേജ് ഉണ്ട്. ലാസ്റ്റിലേക്ക് നല്ല സോൺ ഡാമേജ് ആയിരിക്കും. സോണിന് വെളിയിൽ നിന്ന് കളിക്കാന്ന് പറയുന്നത് അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോൺ ഡാമേജ് ഉണ്ട്. ഈ ബ്ലൂ സോണിനല്ല ഡാമേജ്, റെഡ് സോണിനാണ് ഡാമേജ്. റെഡ് സോൺ വന്നു കഴിഞ്ഞാൽ നല്ല ഡാമേജ് അടിക്കും. സോ GBZലേക്ക് പുഷ് ചെയ്യുന്നു. KTD പുഷ് ചെയ്യുന്നു. KTD വേഴ്സസ് GBZ. ഓക്കെ ലെഫ്റ്റ് ടാക്കിൾ വരുന്നു. നല്ല ടാക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു GBZ അവിടെ GBZനെ പുഷ് ചെയ്തു. GBZ റൂഡോ അവിടെ KTD മാഡിൻസ് ഒക്കെ അവിടെ റൂഡോയെ നോക്കാക്കുന്നു.
2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. അവിടെ മിക്കവാറും KTD-യും നല്ലൊരു നോക്ക് പോയി ഡേവിഡ് ജോൺ അവിടെ GB യോർക്സ് തന്നെ. അവിടെ KTD വന്ന് GB വൈപ്പാക്കി കളയുന്നു. അനദർ സ്കോഡ് വൈപ്പ് ബൈ KTD. നല്ല കുറച്ച് കിൽസ് സെക്യൂർ ചെയ്തിട്ടുണ്ട് KTD. നമുക്ക് നോക്കാം ഈ ടൂർണമെന്റിലെ ഫസ്റ്റ് മാച്ചിലെ ഫസ്റ്റ് കളി ജയിക്കുന്ന ടീം ആരാണെന്ന് നമുക്ക് നോക്കാം. സോൺ വന്നിട്ടുണ്ട്, നല്ല സോൺ ഡാമേജ് ഉണ്ടാവും. മിന്നൽ എൽസി കൃഷി അവിടെ ടഫില് 2 പേര് എടുക്കുന്നുണ്ട്. ആൻഡ് എൽസി വൂൾഫി അവിടെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. എൽസി മിന്നൽ അവിടെ ടഫ് അപ്പോളെ ഫിനിഷ് ചെയ്ത് വിടുന്നു. എൽസിക്കും സോണിനകത്തോട്ട് കയറിയേ പറ്റത്തുള്ളൂ. സോണിലേക്ക് അവർക്ക് കയറണം. സോണിലോട്ടുള്ള എൻട്രി എടുത്തോണ്ടിരിക്കും. അഡോണി ഇവിടെ സോണിൽ ഓൾറെഡി ഒരു നല്ല പൊസിഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ടഫിന് ഇതുവരെ സോണിൽ എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്ക്. ഓക്കെ, സോണിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ടഫ് അവിടെ സോണിലോട്ട് എൻ്റർ ചെയ്യുന്നു. മിന്നലിനെ ജോയി പോയി അടിച്ച് നോക്കാക്കുന്നു. ഫിനിഷ് ചെയ്യാനുള്ള ഇൻസ്റ്റന്റ് ഉറക്കാനുള്ള ശ്രമം. എല്ലിസഡ് ഒരു കൗണ്ടർ നോക്ക് ബൈ എല്ലിസഡ് മാരാർ. ജോയി പോയി അവിടെ ഫിനിഷ് ചെയ്ത് കളയുന്നു. എല്ലിസഡ് സുലൈമൻ ടഫില് 1-2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ പ്ലേയേഴ്സും ഒക്കെ ടഫിൽ അത്യാവശ്യം 1-2-3 പ്ലേയേഴ്സും ബാക്കി മാത്രമല്ല. എല്ലിസഡ് അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ സോണിലോട്ട് കയറി കറക്റ്റ് ടൈമിൽ അവർ സോണിൽ കയറി. ആൻഡ് റോക്കിലി പുഷ് ചെയ്ത് വരുന്നുണ്ട്. എല്ലിസഡ് നല്ല ടാഗ് കൊടുക്കുന്നു. സാമുവലിന് നല്ല ടാഗ് കൊടുക്കുന്നു. സുലൈമാൻ സാമുവലിന് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. പുഷ് ചെയ്ത് വരുന്നുണ്ട് റോക്ലി. അവിടെ ഹീൽ ചെയ്യാനുള്ള ടൈമില്ല. 2 സൈഡിൽ നിന്നും വരുന്നു. ഒരു നോക്കൗട്ട് ഇടാൻ പറ്റിയില്ല. സുലൈമാൻ സാമുവലിനെ അവിടെ അടിച്ച് നോക്കാക്കി പോച്ചക്കകത്ത് കയറി ഒളിച്ചെങ്കിലും അടിച്ച് ഫിനിഷ് ചെയ്തു. ആൻഡ് ടഫിൽ ഒരു പ്ലെയർ മാത്രമാണ് ബാക്കിയെന്ന് തോന്നുന്നു. ടഫിൽ ബാക്കിയുള്ളൂ. പക്ഷേ എൽസി അവരെ ഹണ്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓടിച്ചിട്ട് അടിക്കുക എന്നുള്ളൊരു സാധനമാണ് എൽസി. പക്ഷെ ബ്രിഡ്ജ് കയറി സോണിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആ കില്ലിനെ എടുക്കാൻ നിൽക്കുന്നില്ല. സോ അവർക്ക് സോണിലേക്ക് പോകണം. അത് തന്നെ ആയിരിക്കും റൈറ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള സോണ് നല്ല ഡാമേജ് ഉള്ള സോണായിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും അവർക്ക് സോണിൽ കയറി കളിക്കുന്നതാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യം. വളരെ കുറച്ച് ടീമുകൾ മാത്രം ബാക്കി. ആൻഡ് അവിടെ മാഫിയ നല്ലൊരു പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്ത് നിൽപ്പുണ്ട്. ആൻഡ് RB7 കുറച്ചൊന്ന് അവര് നല്ലൊരു പൊസിഷൻ, കാരണം അവരുടെ അതിനകത്ത് വേറെ ഫൈറ്റുകളൊന്നും വന്നിട്ടില്ല. RB7ഉം അതുപോലെ മാഫിയയാണ് കറന്റ് സോണിന് ഇന്നുള്ളത്. ബാക്കി എല്ലാവരും സോൺ ഔട്ട് ആണ്. എല്ലാവരും സോണിനകത്തോട്ട് വരുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. സോ ബാക്കിയുള്ള ടീമുകളെല്ലാം അടുത്തിനി ഫൈറ്റ് ഈ ഒരു സോണും കൂടെ ടച്ച് ചെയ്താൽ മാത്രമേ അടുത്ത ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ആൻഡ് എല്ലിസഡ് അവിടെ സ്റ്റിൽ ടഫിന് വേണ്ടിയിട്ടുള്ള ഗേറ്റ് കീപ്പിംഗ് നടത്തുവാണെന്ന് തോന്നുന്നു. മാഫിയ ഇവിടെ സേഫ്. ടഫ് അവിടെ എല്ലിസഡ് അഡോണി അവിടെ ടഫ് വേഴ്സസ് എല്ലിസഡ് വീണ്ടും അവിടെ വന്നിട്ടുണ്ട്. എല്ലിസഡിൽ ഒരു പ്ലെയറിനെ തക്ക കിട്ടിയ സമയത്തൊക്കെ എല്ലിസഡ് ഗുരു അവിടെ ടഫ് മൂലം എല്ലിസഡ് അടുത്തൊരു കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. ആ കില്ല് എടുക്കാൻ പറ്റില്ല. ദുബായ് ജോസിനെ അവിടെ പൊസിഷൻ പിടിക്കാനാണ് എല്ലിസഡിന്റെ കോൾ. പൊസിഷൻ പിടിക്കാൻ പോകുന്നു എല്ലിസഡ് ബാക്ക് ടു 10 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അവർ റിവൈവ് ചെയ്ത് കറക്റ്റ് ടൈമിൽ തിരിച്ച് സോണിനകത്തോട്ട് കയറുന്ന പരിപാടിയിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടൂർണമെന്റിലെ ഫസ്റ്റ് വിന്നർ എല്ലിസഡ് ആയിരിക്കുമോ, RB7 ആയിരിക്കുമോ, മാഫിയ ആയിരിക്കുമോ, നമുക്ക് നോക്കാം. വൺസ് ഒരു പ്ലെയർ ഫിനിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീകോളോ റിവൈവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കായി കിടന്നാൽ റിവൈവ് ചെയ്യാൻ പറ്റും. ഒരു മാച്ചിൽ 10 ടീമാണ് കളിക്കുന്നത് കറന്റ്. ആൻഡ് ഇനി നമുക്ക് വളരെ കുറച്ച് ടീമുകൾ മാത്രം വിലയുള്ളത്. 33 മെമ്പേഴ്സാണ് ഇനി കറന്റ് വിലയുള്ളത്. RB7 അത്യാവശ്യം ഒരു അഗ്രഷൻ ആയിട്ടുള്ള ഒരു പുഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സെന്റർ ഓഫ് ദ അല്ലെങ്കിൽ ഇൻസൈഡ് ദ സോൺ പയ്യെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. KTD അവിടെ സോണിനകത്തോട്ട് പോകാനുള്ള ഒരു ഇത്. ഈ പിരമിഡ് സൈഡിൽ മോസ്റ്റ് ഓഫ് ദ സമയത്തും സോൺ വരുന്നുണ്ട്. ആൻഡ് അത് നമ്മുടെ ടെസ്റ്റ് സ്ട്രീംസുകളിൽ നമ്മൾ നോക്കിയൊരു കാര്യമാണ്. സോ ബാക്കിയുള്ള ടീമുകൾക്ക് പ്ലാൻ ചെയ്യുന്ന ടീമുകൾക്കൊക്കെ പിരമിഡ് ഒക്കെ നേരത്തെ പിടിച്ചാൽ അടുത്ത വട്ടം പിരമിഡ് പിടിച്ചുകൊണ്ടിരുന്നിട്ട് സോൺ പോയാൽ എന്നെ തള്ളക്കി വിളിക്കരുത്, അത് പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. ഓരോ വട്ടം സോൺ മാറുന്നതായിരിക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കളികൾ RB7 ഇവിടെ കയറി വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. സ്ട്രീം വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. നമുക്ക് നോക്കാം. വാച്ച് പാർട്ടി കറന്റ് അലൗഡ് അല്ല ബ്രോ. കറന്റ് വാച്ച് പാർട്ടി അലൗഡ് അല്ല. സോ നമുക്ക് നോക്കാം. എല്ലിസഡിലും മെമ്പേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ RB7 ഉണ്ട്, മാഫിയ ഉണ്ട്. എല്ലാ ടീമിനും ഇവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. എല്ലാവരും ഇവിടെ കൂന് കുട്ടിയതുപോലെ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് മാച്ചാണ് ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് എയുടെ ഫസ്റ്റ് മാച്ച്. ആൻഡ് ഗ്രൂപ്പ് ബിയുടെ മാച്ച് 10 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. 10 മിനിറ്റ് ജോയിനിങ് ടൈം മാത്രം കൊടുത്തിട്ടുണ്ട്. സോ 10 മിനിറ്റിനുള്ളിൽ അടുത്ത മാച്ച് തുടങ്ങുന്നത്. ESB അവിടെ NDX അവിടെ ESB വജീറ്റെ എടുത്തുന്നത്. NDX
ആൻഡ് അവസാനം ലാസ്റ്റ് 32 പീപ്പിൾ അല്ലെ ഇവിടെ എൽഇസഡ് വന്ന് ദേ ഇവിടെ പിരമിഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എൽഇസഡ് വന്നിട്ട്. പക്ഷെ പിരമിഡ് സോണിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ടിവിയുടെ മാച്ച് അടുത്ത മാച്ചാണ് ഗൈസ്. ടിവിയുടെ മാച്ച് അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇസഡം, ടോക്കിയോ, അതിരടി യൂണിറ്റ്, ബ്ലാക്ക് മാഫിയ, OG, TVA, വള്ളി ടീംസ്, അതുപോലെ SB, DX, MIA, CID ആണ് അടുത്ത ഗ്രൂപ്പ് ബി വരുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ ടഫും ഇവിടെ സോണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ടഫ് LC ഇവിടെ നല്ലൊരു മാൻ അഡ്വാൻറ്റേജിൽ നല്ലൊരു പൊസിഷനിൽ അവർ നല്ല സിനർജിയോടുകൂടെ കളിക്കുന്നുണ്ട്. LCയുടെ സൈഡിൽ നിന്ന് LC ആയിരിക്കുമോ, മാഫിയ ആയിരിക്കുമോ, അതോ RB ഇസഡ് ആയിരിക്കുമോ ഈ ഒരു മാച്ച് കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. മാഫിയ അങ്ങോട്ട് വരുന്നു. മാഫിയ വേഴ്സസ് എൽഇസഡ് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നല്ലൊരു ഫൈറ്റ് ആയിരിക്കും. രണ്ട് ടീമിലും അത്യാവശ്യം നല്ല മാൻ പവർ ഉണ്ട്. ആൻഡ് NTXൽ ഒരു പ്ലെയർ ക്രൈസിയാൻ മാത്രമാണ് NTXൽ ബാക്കി. നല്ല ടീമിന് ഒരു നല്ല പൊസിഷൻ പോയിന്റ് കൂടെ പിടിച്ചു കൊടുക്കുക എന്നുള്ള ടാർഗറ്റ് മാത്രമേ ഇനി NTX ക്രൈസിയാൻ ചെയ്യാനുള്ളൂ. അവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. മാഫിയ വേഴ്സസ് എൽഇസഡ് അവിടെ ഫൈറ്റ് ഇനിഷ്യേറ്റ് ആയിരിക്കുന്നു. മാഫിയ വേഴ്സസ് എൽഇസഡ് വേഴ്സസ് മാഫിയ. ആൻഡ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ഒരാൾ പോലും നോക്കാക്കിയിട്ടില്ല. ഓൺ ദ സെയിം സൈഡിൽ അവിടെ NTX ക്രൈസിയാൻ അവിടെ ട്രിഗർ ഡിസിപ്ലിൻ കാണിച്ച് നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്നു. കാരണം പുള്ളിക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് ഇത്രയും പേരെടുത്ത് എടുക്കാനുള്ള ആവശ്യമില്ല. ടീമിന് വേണ്ടിയിട്ട് നല്ലൊരു പൊസിഷൻ പോയിന്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മൊളട്ടോസ്, സ്മോക്സും എല്ലാം വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നല്ല ടാഗ് കൊടുക്കുന്നു. അഡോണിക്ക് നല്ല ടാഗ് കിട്ടി മാഫിയയുടെ കയ്യിൽ നിന്ന്. മാഫിയ വേഴ്സസ് എൽഇസഡ്. ഒരു ഫൈറ്റ്, ഒരു നോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് രണ്ട് ടീമും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഗ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൊളട്ടോവ്സ് ഒക്കെ ത്രോ ചെയ്യുന്നു. നല്ല യൂട്ടിലിറ്റി യൂസേജ് ഫ്രം ബോത്ത് ദ ടീംസ്. ഒരു ഇനിഷ്യൽ നോക്കിന് വേണ്ടിയിട്ട് രണ്ട് ടീമും അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് അവരൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് എൽഇസഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ. പക്ഷേ മാഫിയ ഇല്ല, വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങൾ പുഷ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. മാഫിയ പുഷ് ചെയ്യുന്നു. മാഫിയ അങ്ങോട്ടും ഇങ്ങോട്ടും. മാഫിയ ആദ്യത്തെ നോക്കിട്ടിരിക്കുന്നു എൽഇസഡ്. അതുപോലെ ബെന്നി ജോൺസൺ മാഫിയ ആദ്യം നോക്കിട്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ നോക്സ്. അങ്ങോട്ടും മാഫിയാണ് അടുത്ത എൽഇസഡിന് 2 ക്യാച്ച്. മാഫിയ 2 മാഫിയ റഹ്മാൻ അടുത്തിരിക്കുന്നു. വൂൾഫി അവിടെ എൽഇസഡിൽ ഒരു പ്ലെയർ മാത്രം ബാക്കിയെന്ന് തോന്നുന്നു. അല്ലെ 3 പ്ലെയർ മാത്രം ബാക്കി. 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി എൽഇസഡിന്. മാഫിയ റഹ്മാൻ അവിടെ എൽഇസഡ് ക്രിസ്റ്റിനെ ഫിനിഷ് ചെയ്ത് കളയുന്നു. മാഫിയയിലെ 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. മാഫിയയുടെ കയ്യിലിരുന്ന കളിയാണ്. മാഫിയ അവിടെ ചെന്ന് മാഫിയ അവിടെ ചെന്ന് എൽഇസഡിനെ വൈപ്പായി കളഞ്ഞു. ഓണ്ട സമയത്ത് KTD തേർഡ് പാർട്ടിയായിട്ട് KTD വന്നിട്ടുണ്ട്. ആ കാഷ്വാലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി KTD വന്നിട്ടുണ്ട്. അവിടെ മാഫിയയിൽ ഒരാളെ നോക്കുവാക്കിയിട്ടുണ്ട്. KTD വേഴ്സസ് മാഫിയ. നമുക്ക് നോക്കാം. KTD വേഴ്സസ് മാഫിയ. KTD കറക്റ്റ് സമയത്ത് ഒരു തേർഡ് പാർട്ടി, ഒരു ടൈംലി തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ഫ്രം KTD. മൊളട്ടോസ് വരുന്നു. നല്ല യൂട്ടിലിറ്റി യൂസേജ് ഫ്രം മാഫിയയുടെ സൈഡിൽ നിന്ന് നല്ല യൂട്ടിലിറ്റീസ് ഉണ്ട്. ആൻഡ് KTDക്ക് അതൊരു റോങ് ഡിസിഷൻ. 2 വെടി വെച്ചിട്ട് ഞാൻ സോണി പോവാണെന്ന് പറഞ്ഞു. പക്ഷെ ഇനി രക്ഷയില്ല. ഇനി എടുത്തേ പറ്റുള്ളൂ. അവിടെ ഒരു നോക്കിട്ടിട്ടാണ് നമ്മുടെ ക്രൈസിയാൻ വീണത്. അത് KTDക്ക് നല്ലൊരു പണിയായി. ഇനി അവിടെ റിവൈവൽ നടക്കത്തില്ല. KTD അവിടെ കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആയി. മാഫിയയുടെ സൈഡിൽ നിന്ന് നല്ലൊരു പുഷ്. ആൻഡ് KTDക്ക് ഒരു പ്ലെയർ മാത്രം ബാക്കി. ആ ഒരു തേർഡ് പാർട്ടി KTDക്ക് നല്ലൊരു പണി കൊടുത്തു. KTD ഒരു പ്ലെയർ മാത്രം ബാക്കി. മാഫിയ കറക്റ്റ് ടൈമിൽ തിരിച്ചു വന്ന് ലാസ്റ്റ് പ്ലെയർ മാഡി സെക്കൻഡ് ഫിനിഷ് ചെയ്ത് മാഫിയ വൈപ്പിംഗ് അനദർ സ്കോഡ് ആൻഡ് സെക്യൂറിംഗ് ഗുഡ് കിൽ പോയിന്റ്സ്. 16 പേര് മാത്രം അലൈവ്. ആൻഡ് ഫൈനൽ സർക്കിൾ ഈസ് ഹിയർ. മാഫിയക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഫിയ ആയിരിക്കും. RB7 ഉണ്ട്, നമുക്ക് മാഫിയ ഉണ്ട്. ആൻഡ് അടുത്തൊരു ടീം എന്ന് പറഞ്ഞാൽ ടഫ് ഉണ്ട്. 3 ടീമുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സോണിൻ മാഫിയ അഗ്രസീവ് ആയിട്ട് പുഷ് ചെയ്ത് പോകുന്നു. RB7 അടുത്തേക്ക് പുഷ് ചെയ്ത് പോകുന്നു. RB7 വേഴ്സസ് മാഫിയ ആണ് ഫൈനൽ സർക്കിൾ ഫൈറ്റ്. ടഫ് വെയിറ്റ് ചെയ്ത് കളിച്ച് തേർഡ് പൊസിഷൻ ഓൾറെഡി അവർ പൊസിഷൻ പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അഗ്രഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു മാഫിയ വേഴ്സസ് RB7. 2 സൈഡിൽ നിന്നും അടി കിട്ടുന്നുണ്ട്. മാഫിയോട്
ഒരാളിനെ നോക്കാക്കുന്നു. മാഫിയ അവിടെ അടുത്തൊരു നോക്കാക്കുന്നു. അർക്കം ഡേവിഡിനെ മാഫിയ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. മാഫിയ വേഴ്സസ് RB7 മാഫിയക്ക് നല്ല ടാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ലൊരു ക്ലിയർ അഗ്രഷൻ ഫ്രം മാഫിയ. കിട്ടിലും അഗ്രഷൻ ഫ്രം മാഫിയ. മാഫിയ വൈപ്പിംഗ് അനദർ സ്കോഡ്. ടഫിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. മാഫിയയുടെ പ്ലേയേഴ്സ് റഷോട് റഷ് ഓടി നടന്ന് കില്ലെടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ മാഫിയക്ക്. ആൻഡ് മാഫിയ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി അവർക്ക്. ടഫിന് 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ടോജി ആൻഡ് ഗോൺ ഫ്രസസ് മാത്രമാണ്. ഓപ്പണില് ADS വെച്ച് മാഫിയ കയറി വരുന്നു. ഒരാളെ നോക്കാക്കിയിട്ടുണ്ട് മാഫിയയിൽ. ഒരാളെ നോക്ക്. ടോജി അവിടെ ഒരു നോക്കിട്ടിരിക്കുന്നു. പക്ഷെ തിരിച്ചു നോക്കിട്ട് പക്ഷെ റിവൈവൽ അവിടെ പോസിബിൾ അല്ല. വന്ന് അടിച്ച് ഫിനിഷ് ആക്കുന്നു. റിവൈവൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് മാഫിയ ഫിനിഷിംഗ് ദ ഗെയിം വിത്ത് 20 ടീം കിൽസ് ആൻഡ് 30 ഫസ്റ്റ് മാച്ചിന്റെ വിന്നർ മാഫിയ വിത്ത് ക്ലീൻ അഗ്രഷൻ. ഒന്നും പറയില്ല. ടൈംലി തേർഡ് പാർട്ടി. അതേപോലെ എല്ലാവരുടെ അടുത്ത് അവര് നല്ല ഡിസിഷൻസ് ആയിരുന്നു. എടുത്ത ഡിസിഷൻസ് എല്ലാം നല്ല ഡിസിഷൻസ് ആയിരുന്നു. ആൻഡ് പോയിന്റ് ടേബിൾ നമ്മൾ